കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിലെ 8-9 അധ്യാപകർ ഒരു യാത്ര പോയി. ആ യാത്രയുടെ പാതി വഴിയിൽ വെച്ച് അവരുടെ ജീവിതം അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വന്നത്. അന്ന് അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഞാൻ നമ്മുടെ പണ്ഡിതന്മാരായ CP ഉമർ സുല്ലമി അടക്കമുള്ള ആളുകളുടെ കൂടെ മരണപ്പെട്ട സഹോദരങ്ങളുടെ വീടുകളിൽ പോയി. ആ വീടുകളിൽ ചെല്ലുമ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ആലോചിച്ചു, എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടത്, എന്താണ് അവരോട് സംസാരിക്കേണ്ടത്. കാരണം യാതൊരു വിധത്തിലുള്ള വിചാരങ്ങളുമില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള വിധിയാണ് അല്ലെങ്കിൽ വിളിയാണ് അവർക്കെത്തിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് ഈ ഒരു അപകടം മാത്രമല്ല, അതുപോലെ നിരന്തരമായിക്കൊണ്ട് ചിലപ്പോഴൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങളിൽ എങ്ങനെയാണ് ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരുപക്ഷേ അത് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഒക്കെ അങ്ങനെ വരാതിരിക്കട്ടെ, പക്ഷേ അള്ളാഹുവിൻ്റെ ഖദറാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആശ്വസിക്കേണ്ടത്, എന്താണ് നമ്മുടെ പ്രതീക്ഷ എന്നതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ചു. എന്നിട്ട് ആ ആലോചനയിൽ നിന്നും എനിക്ക് കിട്ടിയ മറുപടിയാണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ ഒരു സംഭവത്തിന് തൊട്ട് മുമ്പ് നടന്നൊരു സംഭവം എനിക്ക് അല്പം കൂടെ വൈകാരികമായ ബന്ധമുള്ളതായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ, ഞങ്ങൾ നടത്തുന്ന ഒരു സ്കൂളിലെ ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ അവധിക്കാലം ആഘോഷിക്കുവാൻ അവരുടെ പിതാവിൻ്റെ അടുത്തേക്ക് സൗദിയിലേക്ക് യാത്ര പോയതായിരുന്നു. കൂടെ ഉമ്മയും മറ്റ് 2 സഹോദരങ്ങളും വല്യുമ്മയും എല്ലാവരും അടങ്ങുന്നൊരു കുടുംബം. അങ്ങനെ അവരുടെ താമസ സ്ഥലത്ത് നിന്ന് മദീന മസ്ജിദുൻ നബവിയൊക്കെ സന്ദർശിച്ച് മടങ്ങുന്ന വഴിയിൽ അപകടത്തിൽ വെച്ച് ആ കുടുംബത്തിലെ 6 ആളുകൾ മരണപ്പെട്ടു. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സുകാരിയും ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന 7ാം ക്ലാസ്സുകാരിയും ഒക്കെ അതിൽ പെട്ടുപോയിരുന്നു. കുടുംബത്തിൽ പിന്നീട് അവശേഷിച്ചത് ആരുമില്ലാത്ത 2 മക്കൾ മാത്രം. വല്യുമ്മ നേരത്തെ മരിച്ചു, വല്യുപ്പ നേരത്തെ മരിച്ചു. ഈ അപകടത്തിൽ ഒരു വല്യുമ്മയുണ്ടായിരുന്നു, അതും മരിച്ചു. ഉപ്പയും മരിച്ചു, ഉമ്മയും മരിച്ചു. അപ്പോൾ ഇങ്ങനെ ചില കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൂടെ പൂർണ്ണമായും നാമാവശേഷമാക്കപ്പെടുന്ന ഒരുപാട് വാർത്തകളും വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ആലോചനയുണ്ടായത്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് ഈ വിശ്വാസികൾ എന്ന നിലക്ക് ഇത്തരം സംഭവങ്ങളിൽ, ഇത്തരം പ്രതിസന്ധികളിൽ നമുക്ക് മാത്രമാണ് ഉത്തരമുള്ളത് എന്നതാണ് വസ്തുത, അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആ ഒരു വസ്തുതയിലേക്കാകുന്നു എന്താണ് നമുക്കുള്ള ആശ്വാസം, നമുക്കുള്ള സമാധാനം, അതിലേക്കാകുന്നു ഏതാനും സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ എല്ലാ കാലത്തും ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുവാൻ വേണ്ടി വന്നവരല്ല, അതറിയാത്ത ആരുമില്ല. പക്ഷേ നമ്മുടെ എവിടെ വെച്ചാണ്, എങ്ങനെയാണ് നമ്മുടെ മരണമെന്ന് നമുക്കാർക്കും ഒരിക്കലും അറിയാനും കണ്ടുപിടിക്കുവാനും സാധിക്കാത്തതാകുന്നു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ഈ ആയത്ത് മരണവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയുന്ന ബൈഹാട്ടുള്ള ഒരു വചനമാകുന്നു. എല്ലാ മനുഷ്യൻ്റെ റൂഹിനെ, ആത്മാവിനെ അള്ളാഹു പിടിക്കുക തന്നെ ചെയ്യും. എല്ലാവരും മരണത്തിൻ്റെ രുചി
അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ്. മരണം മരിക്കുമെന്നൊന്നുമല്ല, മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും, അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നു. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അവിടെയാകുന്നു നമ്മുടെ വിഷയം കിടക്കുന്നത്. അതായത് അങ്ങനെ മരിക്കുന്ന ആളുകൾ എല്ലാവരും മരിക്കും. പക്ഷെ എന്ന് മരിക്കും? ഈ ആയത്തോതുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ നമ്മളെ വിചാരം നമ്മളെല്ലാവരും 70 വയസ്സ് കഴിഞ്ഞ് 80 വയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തി അത്തും വിത്തുമൊക്കെയായി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ കിടക്കയിൽ പോയി കിടന്ന് മരിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്കൊക്കെ ഒരു മരണമുണ്ട്, 19 കൊല്ലം കഴിഞ്ഞാൽ മരിക്കും എന്നാണ് ഈ പറയുന്നത് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലേക്ക് വരാറുള്ളത്. എന്നാൽ അങ്ങനെയല്ലല്ലോ സഹോദരങ്ങളെ. നോക്കൂ, നിങ്ങൾ നമ്മുടെ ഓരോ ദിവസത്തെയും മരണത്തിൻ്റെ വാർത്തകളെ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. അതിൽ 25 വയസ്സുള്ളവരുണ്ട്, അതിൽ കുറവുള്ള ആളുകളുണ്ട്, 30 വയസ്സുള്ള ആളുകളുണ്ട്, 35, 40, 45. ഇതൊക്കെ വയസ്സിൻ്റെ ഒരു കണക്ക് മാത്രമല്ല, ജീവിതം തുടങ്ങാനിരിക്കുന്ന അതിൻ്റെ LKGയിലുള്ള ആളുകളുണ്ട്, ജീവിതത്തിൻ്റെ പ്രൈമറി തലങ്ങളിലേക്ക് പ്രവേശിച്ച ആളുകളുണ്ട്, ജീവിതത്തിൻ്റെ സെക്കൻഡറിയിലേക്ക് എടുത്തു വെച്ച ആളുകളുണ്ട്, അതും കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എല്ലാ സൗകര്യങ്ങളോടെയും സംവിധാനങ്ങളോടെയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും എല്ലാവരും മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ അവസ്ഥയിൽ ഏതൊരു ഘട്ടത്തിലാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ വെച്ചാകട്ടെ, എവിടെ വെച്ചാണ് നമ്മുടെ മരണമെങ്കിലും ആ മരണത്തോടുകൂടെ നമ്മൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നുണ്ടോ? ഒരു 25 അല്ലെങ്കിൽ 40, 30 വയസ്സിലൊക്കെ മരിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ എന്ത് പറയാം? ഭയങ്കര കഷ്ടമായി അല്ലേ, ഭയങ്കരം, അത് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്, ഇങ്ങനെ നമ്മൾ പറയാം. ആ പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഒരു കുഞ്ഞായിട്ടേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. അപ്പോൾ നമ്മുടെ കണക്കുകൂട്ടലിൽ അവർക്ക് ഒന്നും ഈ ദുനിയാവിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ ജീവിതത്തിൽ ഒന്നുമായിട്ടില്ല എന്ന് നമ്മൾ പറയും. ഇനി പ്രായമായാലോ നമ്മൾ പറയും എന്താ, വെറുതെ ഒരുപാട് കാലം വെറുതെ കടന്നുവല്ലേ എന്നിട്ടാണ് മരിക്കുന്നത്. ഇപ്പം ഈ 2 മരണങ്ങളായിരുന്നാലും ശരി, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണാനന്തരം എങ്ങനെയാണ് നമുക്ക് ഈ ദുനിയാവിലെ ജീവിതത്തിന് പ്രതിഫലം നൽകുന്നത്? അത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ എല്ലാവരും അറിയുന്നതും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. വിശുദ്ധ ഖുർആനിൻ്റെ വചനമാണ്, ശരിയാണ്. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. അണുത്തൂക്കം തിന്മയാണ് ചെയ്തത് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള ദോഷവും ഉണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ജീവിക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ ഒരു മനുഷ്യൻ, ഒരാൾ ഈ ദുനിയാവിനോട് വിട പറഞ്ഞു എന്ന് വിചാരിക്കുക. അയാൾക്ക് അയാളുടെ ജീവിതത്തിൻ്റെ ബാധ്യതകളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ നിർവഹിച്ച് തീർക്കുവാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് നന്മകൾ അയാൾക്ക് ഒരുക്കൂട്ടുവാൻ സാധിച്ചിട്ടില്ല. അയാളുടെ ജീവിതത്തിൽ അയാളുടെ ശൈശവവും ബാല്യവും കൗമാരവും ഒക്കെ പിന്നിട്ട ഒരവസ്ഥയിലാകുന്നു ഈ ദുനിയാവിനോട് വിട പറയുന്നത് എങ്കിൽ നമ്മൾ ഈ ആയത്തിൻ്റെ മനസ്സിലാക്കിയതനുസരിച്ച് അയാൾക്ക് നന്മകളായിക്കൊണ്ട് എത്രയാണുണ്ടാവുക പരലോകത്തേക്ക് കണക്ക് കൂട്ടാൻ? വളരെ കുറഞ്ഞ നന്മകളെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? അയാളുടെ ആയുസ്സിൽ അത്ര കാലം മാത്രമേ അയാൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ പരലോകത്ത് അയാൾക്ക് കിട്ടേണ്ട സ്വർഗം എത്രയാണ്? സ്വർഗം എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിൽ ജീവിച്ച അത്ര കൊല്ലം മതിയോ? അല്ലെങ്കിൽ അതിലെ ഒരു 10 വർഷം കൂടുതൽ കൊടുത്താൽ മതിയോ? പോരല്ലോ. അയാൾക്ക് നിത്യമായി സ്വർഗം ലഭിക്കണം, അല്ലേ? അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, നിത്യമായ അനന്തമായ ശാശ്വതമായ സ്വർഗം. അങ്ങനെ പ്രായം ചെന്ന് മരണപ്പെട്ട ആളും പ്രായത്തിലെത്താതെ മരിച്ച ആളും യൗവനത്തിൽ മരിച്ച ആളുകൾക്കുമൊക്കെ ഈ ഒരേപോലത്തെ സ്വർഗം ഒരുപോലെ ഒരു വ്യത്യാസവുമില്ലാതെ തുടർന്നാൽ മതിയോ? പോരാ. മറിച്ച് എന്തു വേണം? സ്വർഗത്തിലും
അവിടെയും പദവികൾ ഉണ്ടാകണം, അവിടെയും വ്യത്യാസമുണ്ടാകണം. അല്ലെങ്കിൽ ഒരു യൗവനത്തിൽ തന്നെ നഷ്ടപ്പെട്ട ഈ ദുനിയാവിൽ നിന്ന് മടങ്ങേണ്ടി വന്ന ഒരാൾക്ക് അയാൾ ദുനിയാവിൽ ജീവിച്ച കാലത്തിനനുസരിച്ച് മാത്രം സ്വർഗവും അവിടെയുള്ള പദവികളും കിട്ടിയാൽ മതിയോ? പോരാ. കാരണം എന്താ? അത് നീതിയല്ല. അള്ളാഹു അയാൾക്ക് ദുനിയാവിൽ അത്ര അനുവദിച്ചിട്ടുള്ളല്ലോ. അപ്പം ദുനിയാവിൽ അനുവദിച്ചത് മാത്രമേ അവിടെ ലഭിക്കാവൂ അല്ല. മറിച്ചെന്താണ്? സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ കണക്കുകൂട്ടലുകൾ വ്യത്യസ്തമാണ്. അതെങ്ങനെയാകുന്നു ആ കണക്കുകൂട്ടലുകൾ എന്ന് വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സൂറത്തു സബയിൽ അല്ലാഹു തആല പറയുന്ന ഒരു വചനമുണ്ട്. സൂറത്തു സബയിലെ 37-ാമത്തെ വചനം, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫാ ഇല്ലാ മൻ ആമന വഅമില സ്വാലിഹാ ഫഉലൈക ലഹും ജസാഉൽ ളഅഫി ബിമാ അമിലു വഹും ഫിൽ ഗുറുഫാത്തി ആമിനൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറയുന്നൊരു കാര്യം, വമാ അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ മക്കളോ സമ്പത്തോ ഒന്നും, ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, മക്കളും സമ്പത്തുമുണ്ടായി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് അടുപ്പക്കാരാകുന്നില്ല, വേണ്ടപ്പെട്ട ആളുകളായി മാറുന്നില്ല, എന്നിലേക്ക് അടുക്കുന്നവരാകുന്നില്ല. ഇല്ലാമൻ ആമന വ അമില സ്വാലിഹൻ, ഇവരൊഴികെ. എന്ത്? മക്കളും സമ്പത്തുമുണ്ടായി എന്നതുകൊണ്ട് എൻ്റെ ഇഷ്ടക്കാരായി മാറുകയില്ല. ആരൊഴികെ? വിശ്വാസമുള്ള ആളുകൾ ഒഴികെ. വ അമില സ്വാലിഹൻ, സ്വാലിഹായ നല്ല അമലുകൾ ചെയ്യുന്നവരും ഒഴികെ. അവരെന്താണ്? അവർ എന്നിലേക്ക് അടുപ്പമുള്ള ആളുകളായിരിക്കും. എങ്ങനെയെന്നറിയോ? ഫഉലൈക ലഹും ജസാഉൽ ളഅഫി ബിമാ അമിലു. ഈ ആയത്തിൻ്റെ ഭാഗത്തിൽ അല്ലാഹു തആല പറയാണ്, ഉലൈക ലഹും, അവർക്കുണ്ടാകും ജസാഉൽ ളഅഫി, 10 മടങ്ങ് അല്ലെങ്കിൽ ഇരട്ടി പ്രതിഫലം, ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, വഹും ഫിൽ ഗുറുഫാത്തി ആമിനൂൻ, സ്വർഗത്തിൻ്റെ മണിമാളികകളിൽ അവർ സുരക്ഷിതരായി സന്തോഷത്തോടുകൂടെ കഴിയുന്നതാകുന്നു എന്ന്. അപ്പോൾ ഇതിൽ അള്ളാഹു പറയുന്നത്, ഈ മക്കളും സമ്പത്തുമൊക്കെ ഉള്ള ആളുകൾക്ക് ഈമാനും അമലു സ്വാലിഹാത്തും ഉണ്ടെങ്കിൽ എന്താണ്? അവർക്ക് ഇരട്ടി പ്രതിഫലത്തിനുള്ള വകയുണ്ട് എന്നാണ്. അള്ളാഹു ദുനിയാവിൽ അവർ ജീവിച്ച കാലത്ത് ചെയ്ത നന്മകളുടെ തുല്യമായ നന്മക്കല്ല അള്ളാഹ് നൽകുന്നത്, മറിച്ച് അതിന് ഇരട്ടിയുള്ള അധികമുള്ള നന്മകൾക്ക് ഇവർക്ക് അർഹതയുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു തആല പ്രതിഫലം ഇരട്ടിപ്പിച്ച് നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പ്രവാചകൻ തിരുമേനി പറയുന്നുണ്ട്, നമ്മുടെ മരണാനന്തരം ഒരിക്കലും തന്നെ നമ്മൾ ദുനിയാവിൽ ചെയ്തതിൻ്റെ സമാനമായിട്ടല്ലാതെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതെ, അതാണല്ലോ ഒരിക്കലും നിലക്കാത്തതും കണക്കില്ലാത്തതുമായ പ്രതിഫലം. ഞാൻ ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ആർക്കാണ് അള്ളാഹു അത് നൽകുക? എന്ത്? ദുനിയാവിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കുപരിയായി ചിലതൊക്കെ അതിലും ഇരട്ടി നൽകും, ചിലതോ ഒരിക്കലും നിശ്ചലമാകാതെ പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഇതാർക്കാകുന്നു ലഭിക്കുക? ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ വേണമല്ലോ. എന്ത്? നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്നു, ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരേ പൊസിഷനിൽ തന്നെ കയറിയ അന്ന് മുതൽ വിരമിക്കുന്നത് വരെ നിൽക്കുന്നത് എത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടും? പല ആളുകൾക്കും ഇഷ്ടപ്പെടുകയില്ല. മാത്രമല്ല, ആ സ്റ്റാഗ്നേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു കഴിവില്ലായ്മയായി, അംഗീകാരമില്ലായ്മയായിട്ട് നമ്മൾ കണക്കാക്കാം. എന്നാൽ കുറച്ചെണ്ണം കഴിയുമ്പോൾ, ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടി, ഒരു സന്തോഷമാണല്ലേ, ഒരു അംഗീകാരമായി. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു പ്രൊമോഷനും കൂടി കിട്ടി, അപ്പോൾ വീണ്ടും സന്തോഷമായി. അങ്ങനെ വീണ്ടും എന്താണ് ഈ പ്രൊമോഷനിലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഒന്നുമില്ല, കാര്യമായ വ്യത്യാസമൊന്നും ഈ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് എന്താ? ഇതൊക്കെ ഒരു അംഗീകാരമാണ്. ആ അംഗീകാരം
ഭൗതികമായ ദുനിയാവിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ സ്വർഗത്തിൽ അത് വേണ്ടേ? സ്വർഗത്തിലും ആ സംവിധാനമുണ്ട് എന്നാണ്. അതായത് നമ്മൾ സ്വർഗത്തിൽ 1-ാം തീയതി പ്രവേശിച്ചാൽ അവസാനത്തെ തീയതി വരെ ഒരേ രൂപത്തിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിലെ ഒരു മിനിമം യോഗ്യതയാണത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലും നമുക്ക് പ്രൊമോഷൻ നൽകുന്നു, സ്വർഗത്തിലും പ്രതിഫലം വർദ്ധിപ്പിച്ചു തരുന്നു, ഇടയ്ക്കിടെ പദവി വർദ്ധിപ്പിക്കുന്നു, ഇരട്ടിയാക്കി തരുന്നു, ആദരവ് നൽകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലുള്ള അംഗീകാരം എന്ന് പറയുന്നത്. ഇത് വിശ്വാസികളിൽ ചില ആളുകൾക്ക് അല്ലാഹു നൽകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസിൻ ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയത്തിൻ ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു ഔ ഇൽമിൻ യുൻതഫഉ ബിഹി. ഈ ഹദീസ് കേൾക്കാത്ത ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാനൊരു സാധ്യതയില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ആശയം നമ്മൾ പലപ്പോഴും ആലോചിച്ചു നോക്കാറില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പ്രകാരം പറയുന്നു, ഒരു മനുഷ്യൻ, ഇപ്പം ഞാനോ നിങ്ങളോ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ അമലുകളും മുറിഞ്ഞുപോയി എന്നാണ്. എന്താ? അതിൻ്റെയൊക്കെ പ്രതിഫലം അവിടെ നിന്നുപോയി. ഇപ്പം ഞാനൊരു സുന്നത്ത് നമസ്കരിച്ചു, ഞാനിപ്പോൾ മഗ്‌രിബിൻ്റെ ശേഷമുള്ള സുന്നത്ത് നമസ്കരിച്ചാൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല രേഖപ്പെടുത്തി. പക്ഷേ ഞാൻ ഇന്ന് ഈ സമയത്ത് ഇവിടെ വെച്ച് അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം നൽകിയാൽ എൻ്റെ ഈ സുന്നത്തിന് രേഖപ്പെടുത്തിയ പ്രതിഫലമല്ലാതെ ആ സുന്നത്തിന് ഒരു കൂലി അധികരിക്കുന്നില്ല. മരണപ്പെട്ട് ഞാൻ ഖബറിലെത്തിയാലോ സ്വർഗത്തിലെത്തിയാലോ ഈ സുന്നത്തിൻ്റെ കൂലിയിൽ ഒരു മാറ്റവുമില്ല, അത് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളുടെ രീതി അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അത് കാണുക തന്നെ ചെയ്യും. എൻ്റെ സുന്നത്ത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും സുന്നത്ത് നഷ്ടപ്പെടാതെ നമുക്ക് ലഭിക്കും. പ്രിയ സഹോദരങ്ങളെ, എന്നാൽ അള്ളാൻ്റെ പ്രവാചകൻ പറഞ്ഞത് വേറൊന്നാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്തത് മാത്രമല്ല, മുറിഞ്ഞു പോകാതെ നമ്മൾ മരിച്ച് അന്ന് മുതൽ, ഈ ദുനിയാവിൽ നിന്ന് വേർപ്പെട്ട അന്ന് മുതൽ നമുക്ക് വീണ്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്ന, ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അങ്ങനെയുള്ള നന്മകളുണ്ട് എന്നതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത്. ഒരിക്കലും വറ്റാത്ത അക്കൗണ്ട്, വല്ലാത്തൊരു ഭാഗ്യം തന്നെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളോട്, അല്ലെങ്കിൽ അത്തരം സന്ദർഭത്തിൽ എനിക്ക് ആശ്വസിക്കുവാൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടിയ മറുപടി. 25 വയസ്സിൽ മരണപ്പെട്ടാലെന്താ, 40 വയസ്സിൽ മരണപ്പെട്ടാലെന്താ, ഈ 52-ൽ മരണപ്പെട്ടാലെന്താ, നമ്മുടെ ജീവിതം അവസാനിച്ചാലും ശരി, നമ്മുടെ നന്മകളുടെ അക്കൗണ്ടിലേക്ക്, ആ കണക്കിലേക്ക് വീണ്ടും വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്ന നന്മകൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, നമ്മളെപ്പോൾ മരിച്ചാലും എന്തിനു വിഷമിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചു, പരീക്ഷണത്തിന് വിധേയമായി, നമ്മൾ വിഷമിക്കേണ്ടത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ ഒരു ഖദറാണ്, ആ ഖദറിനെ മാറ്റാൻ സാധ്യമല്ല. പക്ഷേ അവർക്കൊരിക്കലും നഷ്ടമാകുന്നില്ല. നമ്മൾ പറയും, ഒന്നും ഈ കുടുംബത്തിൻ്റെ സുഖം അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലേ, അല്ലെങ്കിൽ മക്കളുടെ സന്തോഷം കാണാൻ സാധിച്ചില്ലല്ലേ. ഒന്നുമല്ല, അതൊക്കെ അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പുറമേ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ചില നന്മകളുണ്ടല്ലോ, ആ നന്മകളുടെ പ്രതിഫലം അവരുടെ പരലോകത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. സ്വർഗത്തിൽ അതിന് അറ്റമില്ലാതെ ആ ഒരു പ്രതിഫലമുണ്ടല്ലോ, അത് നന്മ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ കൂട്ടത്തിൽ 3 വിഭാഗം നന്മകളെയാണ് ഈ ഹദീസിൽ പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. 3 വിഭാഗമാണ്, വെറും 3 നന്മകളല്ല, മറിച്ച് 3 ഗ്രൂപ്പാണ്. ഒന്നെന്താ പ്രവാചകൻ പറഞ്ഞത്? ഇല്ലാമിൻ സലാസിൻ, 3 പറഞ്ഞിട്ട് ഇല്ലാമിൻ സ്വദഖത്തിൻ ജാരിയത്തിൻ. സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ എന്നതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, പ്രയോജനപ്പെടുത്തിയിട്ടുള്ള അറിവ്, ഇൽമ്, ഇതാണ് രണ്ടാമത്.
മൂന്നാമത് പറഞ്ഞു വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ഈ മൂന്നിൻ്റെയും പ്രതിഫലം, ഈ മൂന്നിലൂടെയും ലഭിക്കുന്ന ജസാ പ്രതിഫലമുണ്ടല്ലോ, അത് മരണാനന്തരവും ആളുകളുടെ സൽപ്രവർത്തനങ്ങളുടെ നന്മകളുടെ അക്കൗണ്ടിലേക്ക്, കണക്കിലേക്ക് നിലക്കാതെ എന്നാണ്. എങ്ങനെ? മുറിയാതെ എന്നാണ്. ബാക്കിയുള്ളതൊക്കെ മുറിഞ്ഞു പോകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നമസ്കരിച്ചത് മുറിഞ്ഞു, നമ്മൾ നോമ്പ് നോറ്റത് മുറിഞ്ഞു, അങ്ങനെ ഓരോ നന്മകൾ നോക്കിയാൽ. പക്ഷേ ഈ 3 വിഭാഗം നന്മകളുണ്ട്. അതിൽ ഒന്നെന്താണ്? സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നന്മകൾ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ തന്നെയാകുന്നു, അതിൽ തന്നെ അതിൻ്റെ ഒരു സാങ്കേതിക ഭാഷയാകുന്നു വഖഫ് എന്ന് പറയുന്നത്. പലപ്പോഴും വഖഫ് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലേക്ക് വരുന്നത് വേറെ പല രൂപത്തിലുമാണ്. പക്ഷേ ഈ സ്വദഖത്തുൻ ജാരിയ തന്നെ, അപ്പോൾ സ്വദഖത്തുൻ ജാരിയ ഒരു ചെറിയ സംഭവമല്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ്റെ ഒട്ടനേകം ഹദീസുകൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖത്തുൻ ജാരിയയുടെ കൂട്ടത്തിൽ എന്തൊക്കെയുണ്ട്? അതിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ആ സ്വദഖയുടെ ഇഫക്റ്റ്, അതിൻ്റെ പ്രതിഫലമല്ല, അതിൻ്റെ ഫലമല്ല, മറിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര കാലം നിലനിൽക്കുന്നു, അതൊക്കെയും സ്വദഖത്തുൻ ജാരിയാകുന്നു. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു എന്ന് വിചാരിക്കുക. ആ പഠിക്കാൻ ഒരാൾക്ക് പടച്ചവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു സൽപ്രവർത്തനം, അയാൾക്ക് ചെയ്യുന്നൊരു സഹായം, അത് അയാൾ പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ച് നാം അതിന് നൽകിയിട്ടുള്ള സ്വദഖയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അയാൾ ജീവിതകാലം ഈ പഠനം ഉപയോഗിച്ച് നിർവഹിക്കുന്ന അമലുകൾ, നന്മകൾ, അയാളുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഉപകാരപ്പെടുന്നതൊക്കെയും, അയാൾ ചെയ്യുന്ന നന്മകൾക്കൊക്കെ ഇത് കാരണമായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒക്കെ കൂലി, അജ്ർ നഷ്ടപ്പെടാതെ, നമ്മൾ മരിച്ചു പോയിട്ട് പറയുന്നത് കേട്ടോ, മരിച്ചു പോയാലും അല്ലെങ്കിൽ ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് നിലനിൽക്കുന്ന, പ്രതിഫലനം നിലനിൽക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും, എല്ലാ സേവനങ്ങൾക്കും, അത് സംഖ്യയോ പൈസയോ മാത്രമല്ല, അയാൾക്ക് നൽകാൻ കഴിയുന്നത് അയാളുടെ ആരോഗ്യമാണ് എങ്കിൽ അയാൾക്ക് ആ ആരോഗ്യം അതൊരു സ്വദഖത്തുൻ ജാരിയാക്കാം. അയാളുടെ ഇൽമ് അതൊരു സ്വദഖത്തുൻ ജാരിയാക്കാം. ഒരാളുടെ വിലപ്പെട്ട സമയം അതും സ്വദഖത്തുൻ ജാരിയാക്കാം. ഇങ്ങനെ എന്തും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുന്ന, പിൽക്കാലത്തും പ്രതിഫലമുണ്ടാക്കുന്ന സ്വദഖകളും ധർമ്മങ്ങളും നന്മകളുമാകുന്നു ഈ കൂട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ളത്. നോക്കൂ നിങ്ങൾ, ഒരു ഹദീസ് ഉണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബരിഹി. എന്താണ് പ്രവാചകൻ 7 കാര്യങ്ങളെ ഉപമിച്ചുകൊണ്ട് പറയാണ്. ഈ 7 ഒരുപാടുണ്ട് ലിസ്റ്റ്. ഇത് കണ്ടാൽ അറിയാം ഇതുപോലെ സമാനമായ ഒരുപാട് നന്മകളുണ്ട്. ആ 7 എന്താണ്? യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന, ആ 7 കൂലിയുണ്ടല്ലോ, പ്രതിഫലം ആ ചെയ്ത അടിമയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ജറായജിരി എന്നാണ്. ഒരു നദി ഒഴുകുന്നതിന് പറയുന്ന അറബി പദാണ് ജറായജിരി. അതുപോലെയാണ് ഒഴുകുന്നത്, അല്ലാതെ കൂലി കിട്ടുമെന്നല്ല, കൂലി എത്തുമെന്നുമല്ല, മറിച്ച് ജറായജിരി എന്നാണ്. അപ്പോൾ പ്രതിഫലം ഒഴുകിക്കൊണ്ടേയിരിക്കും. 7 കാര്യങ്ങൾ എപ്പോഴാണ്? വഹുവ ഫീ ഖബരിഹി ബഅദ മൗതി, മരിച്ച് ഖബറിലെത്തിക്കഴിഞ്ഞാൽ തന്നെ തുടങ്ങി. അങ്ങ് പരലോകത്തേക്ക് ഖിയാമത്ത് നാൾ വിചാരണൻ്റെ അവിടേക്ക് കാത്തു നിൽക്കുന്നില്ല. ഇവിടുന്ന് തന്നെ അതിൻ്റെ കൂലി അയാളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒഴുകുക എന്ന് പറഞ്ഞാൽ നിലക്കുന്നില്ല എന്നർത്ഥം. അതായത് ഒരു കൂലി കൊടുത്ത് അവസാനിപ്പിക്കല്ല, മറിച്ച് കൂലി ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. അതൊരിക്കലും ഇൻ്ററപ്റ്റ് ആകാത്ത, തടസ്സപ്പെടാത്ത ഒഴുക്കാണ്. അതിൽ ഒന്നെന്താണ്? പ്രവാചകൻ പറഞ്ഞു, മൻ അല്ലമ ഇൽമൻ, ഒരാൾ ഒരാൾക്ക് ഇൽമു പഠിപ്പിച്ചു, ഒരറിവ് പഠിപ്പിച്ചു. ആ അറിവ് പഠിപ്പിച്ചാൽ അയാൾ
ആ പഠിപ്പിച്ച അറിവിൻ്റെ കൂലിയുണ്ടല്ലോ, അയാൾ ചെയ്യുമ്പോൾ തന്നെ അയാൾ കിട്ടുന്നൊരു നന്മൻ്റെ കൂലിയുണ്ട്, ഒരു നല്ല കാര്യം ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടുന്നുണ്ട്. ഒരക്ഷരം പഠിപ്പിച്ചാൽ കൂലിയുണ്ട്, ഒരു ഹൈർ അറിയിച്ചു കൊടുത്താൽ കൂലിയുണ്ട്. ഇതൊക്കെ ഹദീസുകളിലാണ്, സമയമില്ലാത്തതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ്, അദ്ദേഹം പഠിപ്പിച്ച ഇൽമിൻ്റെ കൂലി അദ്ദേഹത്തിൻ്റെ ഖബർ മുതൽ പിന്നെ നിലക്കാതെ അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടേയിരിക്കുക. അദ്ദേഹം നൽകിയിട്ടുള്ള പകർന്ന ഇൽമിൻ്റെ അറിവിൻ്റെ പ്രതിഫലം, അയാൾ പഠിപ്പിച്ചതിൻ്റെ കൂലി ദുനിയാവിൽ തന്നെ രേഖപ്പെടുത്തി അല്ലാഹു. അതിൻ്റെ പുറമെ ആ കൂലി തന്നെയാണ് വളർന്ന് അദ്ദേഹത്തിൻ്റെ ബർസഹിയായ ജീവിതവും അത് കഴിഞ്ഞ് പരലോകത്ത് യൗമുൽ ഖിയാമത്തിൽ വിചാരണ വേളയിലേക്ക് നൽകുന്നത്. നോക്കൂ നിങ്ങൾ, വല്ലാത്തൊരു സന്തോഷമല്ലേ? അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രായം തികയാതെ മരിച്ചു അല്ലെങ്കിൽ അകാലത്തിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സങ്കടപ്പെടുന്നതിൽ ഒരർത്ഥവുമില്ല. മറിച്ചെന്താണ്, ഈ രൂപത്തിൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും ആശ്വസിക്കാം, നിങ്ങൾക്കും ആശ്വസിക്കാം, എന്ന് മരിച്ചാലൊരു കുഴപ്പമില്ല. നമ്മളുടെ അക്കൗണ്ടിലേക്കുള്ള സൽപ്രവർത്തനങ്ങൾ ഒരു കണക്കില്ലാതെ, ഇതിന് എത്രയാണ് കണക്കില്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സ്വർഗം നിലനിൽക്കുന്ന കാലത്തോളം ആ നന്മ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഒന്നെന്താണ്, ഇൽമു പഠിപ്പിക്കുക എന്നാട്ടോ, ഇൽമു പഠിപ്പിക്കുക. രണ്ടാമത്തത് ഔക്കറ നഹ്റൻ, പ്രവാചകൻ പറയാണ്, ഒരാൾ എന്തുണ്ടാക്കി, ഒരു തോട് വെട്ടിയുണ്ടാക്കി വെള്ളം ഒഴുക്കി കൊടുക്കാനേ. അന്ന് മരുഭൂമിയിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്. ഇന്നും അതുപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. എന്ത്, തോട്ടം നനക്കാനും ആവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ. ഔക്കറ നഹറൻ എന്നാണ്, ഒരു പുഴ, ഒരു തോട് വെട്ടി അതിലൂടെ വെള്ളം ഒഴുക്കി കൊടുത്തു പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ. എന്നാൽ എന്താണ്, ആ ചെയ്തതിൻ്റെ കൂലി രേഖപ്പെടുത്തി കഴിഞ്ഞു, അതിന് പ്രതിഫലം നേരത്തെ അള്ളാഹു നിശ്ചയിച്ചു. പുറമെ അയാൾ മരിക്കുന്നതോടുകൂടെ ഇതിൻ്റെ പ്രതിഫലം ഒരിക്കലും മുടങ്ങാതെ അയാളിലേക്ക് അള്ളാഹു ചേർത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അതാണ് സഹോദരങ്ങളെ നിലക്കാത്ത അവസാനിക്കാത്ത പ്രതിഫലം എന്ന് പറയുന്നത്. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു ഔ ഹഫറ ബിഅറൻ, ഇനി അതുമല്ല, കുടിവെള്ളത്തിന് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെയും പ്രതിഫലം ഇങ്ങനെ തന്നെയാകുന്നു. ഔ ഗറസ നഖ്ലൻ, നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു തആല ഔ ഗറസ നഖ്ലൻ, ഒരു ഈത്തപ്പന ഒരാൾ നട്ടുവളർത്തി എന്നാണ്, ഗറസ എന്നാണ്. എന്നിട്ട് ആ ഈത്തപ്പന വളർന്ന് വന്തലിച്ച് അതിൻ്റെ ഉപയോഗമുണ്ടാകുമ്പോൾ അതിൻ്റെ ശുദ്ധവായു പോലും ഈ നാടിനും സമൂഹത്തിനും ആവശ്യമാണ്. അതിലുള്ള കായ്ക്കനികൾ, ഈത്തപ്പഴം ആരൊക്കെ ഭക്ഷിക്കുന്നു അതൊക്കെ ഇയാളുടെ അക്കൗണ്ടിലേക്ക്. അതുകൊണ്ട് ഈ നാട്ടിലുണ്ടായിട്ടുള്ള പ്രതിഫലനത്തിനൊക്കെയും ഇയാൾ മരണപ്പെട്ടു പോയാലും അയാൾക്ക് എന്ത് കിട്ടും, അയാൾക്ക് പ്രതിഫലം കിട്ടുമെന്നാണ്. ഇതിൻ്റെ ചില ആളുകൾ മനസ്സിലാക്കിയത് ഈ ഈത്തപ്പന വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂലി കിട്ടൂലല്ലോ എന്നാണ്. അത് വേറെ അതേതാണെന്ന് അറിയാം. അതിനാണ് ഞാൻ പറഞ്ഞത് വഖഫ് എന്ന് പറഞ്ഞാൽ. വഖഫ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സംഗതി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നേർച്ചയാക്കി. എനിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന് 4 റൂമുകളുണ്ട്. ആ 4 റൂമിൻ്റെ 4000 വീതമുള്ള വാടക 16,000 രൂപ ഞാനിതാ പാലക്കാട് ICC പള്ളിയുടെ നടത്തിപ്പിന് വേണ്ടി ഞാൻ വഖഫാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു 10 കൊല്ലത്തേക്ക് എനിക്ക് വഖഫാക്കാം. അത്ര കൊല്ലം അതിൻ്റെ കൂലി കിട്ടും. അത് വഖഫിൻ്റെ കൂലിയാകുന്നു. അതല്ലാതെ ഈ മരം നട്ടതുപോലെയോ അല്ലെങ്കിൽ ജാരിയായ സ്വതക്ക പോലെയല്ലോ, അതിന് വഖഫ് എന്ന നിയ്യത്താണ്. എന്നാൽ ഈ രൂപത്തിൽ ഒരു ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രതിഫലനം ദുനിയാവിൽ ഏതൊക്കെ തരത്തിലുണ്ടായിട്ടുണ്ടോ അതിനൊക്കെയും നമ്മൾ മരണപ്പെട്ടാലും നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അത് പ്രതിഫലം അവസാനിക്കുന്നില്ല. അതാണ് പ്രവാചകൻ പറഞ്ഞ ഗറസ നഖ്ലൻ ഔ ബന മസ്ജിദൻ, അല്ലെങ്കിൽ ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കി. അപ്പോൾ അതും ഇങ്ങനെ തന്നെയാണ്. ഔ വറസ മുസ്ഹഫൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഇനി അതൊന്നും കഴിയില്ല, അതൊക്കെ വലിയ വലിയ മുതലാളിമാർക്കുള്ള വിഷയമാണ്, നമുക്കൊന്നുമില്ലേ, നമ്മളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൂലി കിട്ടുന്നൊന്നുമില്ലേ എന്നാണ് പ്രവാചകൻ്റെ വചനം. നോക്കൂ നിങ്ങൾ, ഔ വറസ മുസ്ഹഫൻ, ഒരാൾ ഒരു മുസ്ഹഫ് അനന്തരമായി മറ്റൊരാൾക്ക് കൈമാറി. ഇതാ ഈ മുസ്ഹഫ് നീ ഉപയോഗിച്ചോ, ഈ ഖുർആൻ കൊണ്ട് നീ പഠിച്ചോ, ഒരു 10 ഖുർആൻ എൻ്റെ ഈ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് പഠിക്കാൻ 4 തഫ്സീർ എൻ്റെ വക എന്ന് പറഞ്ഞു കൊടുത്തോ എങ്കിൽ
അതും യജ്രീലിൽ അബ്ദി ഉജൂറഹുന്ന എന്നാണ്. അതിൻ്റെ കൂലി ആ അടിമയിലേക്ക് വർഷിച്ചു കൊണ്ടേയിരിക്കും, ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നാണ്. പിന്നെ പറയുന്നത് നേരത്തെ പറഞ്ഞ ഗണത്തിൽപ്പെടുന്നതാകുന്നു. ഔ തറക്ക വലദൻ യസ്തഗ്ഫിറു ലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളുടെയും അവരുടെയും അജ്റ് ഒഴുകിക്കൊണ്ടേയിരിക്കും. യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, നിന്റെ മരണശേഷവും നിനക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ അതും ഇതുപോലെ കൂലി ഒഴുകുന്ന വിഭാഗത്തിൽപ്പെട്ടതാകുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ നന്മകൾ, പ്രതിഫലം അവസാനിക്കാത്ത നന്മകൾക്കുള്ള ചില ഉദാഹരണങ്ങളാകുന്നു സഹോദരങ്ങളെ ഈ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നബിക്ക് അങ്ങനെ പറഞ്ഞു പോയാൽ മതി, ഇതൊന്നും അത്ര എളുപ്പമല്ല, സംഗതിയല്ല. അങ്ങനെ കൂലി നിരന്തരം കിട്ടണമെങ്കിലേ നമുക്ക് എത്ര സംഭാവന ചെയ്യണം അല്ലേ? നോക്കൂ നിങ്ങൾ, സ്വഹാബ കിറാമിൻ്റെ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടതല്ലേ. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലുള്ള സാധാരണക്കാർ മുതൽ ആ കൂട്ടത്തിലുള്ള അത്യാവശ്യം കഴിവുള്ള ആളുകൾ വരെ എന്താണ് അവർക്ക് ഈ മാർഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്, അവരത് ചെയ്യുമായിരുന്നു എന്നാണല്ലോ. എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ചെയ്യുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. എന്ത്, മദീനയിൽ ആളുകൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിണറുണ്ടായിരുന്നു, ഒരു ജൂതൻ്റെ കിണർ അല്ലേ. അപ്പോൾ ആ ജൂതൻ്റെ കിണറിൽ മാത്രമാണ് മദീനയിൽ എന്നും വെള്ളം ഉണ്ടാകുന്നത്, വെള്ളം നിലനിൽക്കുന്നത്. പക്ഷേ അല്പകാലം കഴിഞ്ഞപ്പോൾ ഈ ജൂതൻ എന്തായി, അതിൽ നിന്ന് കോരുന്ന വെള്ളത്തിന് കൂലി വാങ്ങാൻ തുടങ്ങി. ഒരു ബക്കറ്റിന് ഇത്ര റുപ്യ എന്നാണ് ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ വാങ്ങുന്ന പോലെ, ടാങ്കിന് വെള്ളത്തിന് വാങ്ങുന്ന പോലെ അങ്ങനെ വാങ്ങാൻ തുടങ്ങി ഇല്ലേ. ഇങ്ങനെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾക്ക് സാമ്പത്തികമായ ഞെരുക്കവും പ്രയാസവുമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഈ റൂമാ കിണർ വാങ്ങി സംഭാവന ചെയ്യുന്നവൻ ആരുണ്ട് എന്നാണ്. അങ്ങനെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്നത്തെ 1,00,000 റിയാൽ കൊടുത്തിട്ടാണ് ആ കിണർ വാങ്ങിയത്. കാരണം ജൂതൻ ഭയങ്കര വില പറയണത്, ഇതൊരിക്കലും വാങ്ങരുത് എന്ന നിലക്കാണ് അദ്ദേഹം പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും ചെലവഴിച്ച് ആ കിണർ വാങ്ങിയിട്ട് അങ്ങോട്ട് പരസ്യമായി പബ്ലിക്കായിട്ട് ഓപ്പണാക്കി കൊടുക്കുക, ആർക്കും എപ്പോഴും വെള്ളം കുടിക്കാമെന്ന്. നോക്കൂ നിങ്ങൾ, എന്താണ് അതിൻ്റെ കൂലി എന്നറിയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ടാലും ശരി, ആ കിണർ വാങ്ങി ആ നാട്ടിലുള്ള ആളുകൾ കുടിച്ച വെള്ളത്തിൻ്റെ ആ ഒരു പ്രതിഫലനമുണ്ടല്ലോ, അതിൻ്റെ കൂലി അദ്ദേഹത്തിൻ്റെ മരണാനന്തരം സ്വർഗത്തിൽ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ഗ്രേഡ്, അദ്ദേഹത്തിൻ്റെ പ്രമോഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ നേരത്തെ കിട്ടിയ സ്വർഗത്തിൽ അവിടെ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടല്ല, ഈ കൂലി കൂടി അങ്ങനെ പ്രതിഫലം വർദ്ധിച്ച് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പദവി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലേ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സ്വഹാബത്തുമൊക്കെ ഇങ്ങനെ നിരന്തരമായി നിലക്കാത്ത പ്രവാഹമുള്ള നന്മകൾ അവർ തെരഞ്ഞെടുത്തിരുന്നു എന്നാണ്. അത്തരം നന്മകൾക്ക് പ്രാധാന്യം നൽകുക, അതിന് പ്രത്യേകത നൽകുക, എന്നിട്ട് അവർ അതിനുവേണ്ടി അധ്വാനിക്കുക, കഷ്ടപ്പെടുക എന്നതായിരുന്നു അവരുടെ ഒരു രീതി. അപ്പോൾ പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്നു, അപ്പം നബിൻ്റെ കാലത്തൊക്കെ നടക്കും. ഇപ്പോഴൊന്നും അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലേ നമ്മൾ വിചാരിക്കുമല്ലോ. പക്ഷെ നോക്കൂ നിങ്ങൾ, സൗദി അറേബ്യയിൽ നമ്മളൊക്കെ പോയിട്ടുള്ള ആളുകളാണല്ലോ. നമ്മൾ ഉംറയ്ക്ക് പോയാൽ ഇവിടുന്ന് 1,00,000 രൂപ മുടക്കിപ്പോയാലും ഹജ്ജിന് 8 ലക്ഷം രൂപ മുടക്കിപ്പോയാലും നമുക്കുള്ളൊരു സ്വഭാവമുണ്ട്. എന്താണ് സ്വഭാവം? അവിടെ ഉണ്ടാവും വഴിവക്കിൽ ഒരു കണ്ടെയ്നറിൽ 1 റിയാലിൻ്റെ ജ്യൂസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും ഇവിടെ വന്ന ഹാജിമാർക്ക് വേണ്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 8 ലക്ഷം മുടക്കിപ്പോയ നമ്മൾ ആ 1 റിയാലിൻ്റെ ജ്യൂസിന് വേണ്ടിയിട്ട് ആ വെയിലത്ത് വരിക്കും. കാരണം എന്താ? നമുക്ക് സൗജന്യമായി കിട്ടുന്നതുകൊണ്ട് ഭയങ്കര താല്പര്യമാണ്. ഇനി നമ്മൾ അവിടെ ഹറമിൽ വിരിക്കുന്ന ഒരു ഒരിതുണ്ട്, ഒരു എന്താ പറയുക, സവറ പ്ലാസ്റ്റിക്കിൻ്റെ, അതിൽ 1 റിയാലിൻ്റെ ഈത്തപ്പഴവും 1 റിയാലിൻ്റെ ജുബിനിയും അതൊക്കെയാണ് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ നിരത്തി വെക്കുക. നമ്മളവിടെ കുത്തിത്തിരക്കി അവിടെ പോയിരിക്കണം. എന്താ? ഈ സൗജന്യമായതുകൊണ്ട് നമ്മൾ 1 ലക്ഷം മുടക്കി പോയതാണെങ്കിലും ശരി, ഇവിടെ 2 ലക്ഷം ശമ്പളം വരുമാനം ഉണ്ടെങ്കിലും ശരി, ആ 1 റിയാലിൻ്റെ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. എടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ, നമുക്കുള്ളതിനാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഈ ചെയ്ത ആളുകളുണ്ടല്ലോ, നിങ്ങൾക്കറിയോ അതിൻ്റെ ചരിത്രം? സൗദി അറേബ്യയിൽ മസ്ജിദുൽ ഹറമിൽ, മസ്ജിദുൻ നബവിയിലൊക്കെ ഒരു തൂണ് മുതൽ മറ്റൊരു തൂണ് വരെ അങ്ങനെ ഒരു സവറ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വിരിച്ച്
അവിടെ ഇങ്ങനെ ഈത്തപ്പഴവും അതുപോലെ തന്നെ ജുബ്നയും ഖുബൂസൊക്കെ വിതരണം ചെയ്യണമെങ്കിൽ മാസങ്ങളോളം അപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിക്കണം. ഇതിന് മാസങ്ങൾ കാത്തിക്കണം, അത്രയും ആളുകൾ തിരക്കണുണ്ട്. എന്ത്, അവിടെ കൊടുക്കാൻ പേര് കൊടുത്ത ആളുകൾ അധികമായിട്ടേ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്ന് എന്നെങ്കിലും കിട്ടുന്ന ആളുകളാണ് അവിടെ വിരിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട് ഇല്ലേ? ഉണ്ട്. മാസങ്ങൾ കാത്തു നിന്നിട്ടാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോയെന്നറിയില്ല, ആ വിരിച്ച സ്ഥലത്തെങ്ങാനും വേറൊരാൾ വല്ല ഭക്ഷണം ഇതാ കൊണ്ടുപോയി കൊടുത്താൽ എന്താ പറയുക, അവർ സമ്മതിക്കൂല. കാരണം എന്താ പറയുക, അവർക്ക് തോന്നുന്നത് അവരെ കൂലി നഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ സ്വതക്കകൾ നൽകുന്ന മസ്ജിദുൻ നബവിയിലുള്ള ആ വിശുദ്ധ ഖുർആനുകൾ, മുസ്ഹഫുകൾ, അതൊക്കെ അവിടുന്ന് മാറ്റാനാകുമ്പോഴേക്കും മാറ്റാൻ വേണ്ടി സംഭാവന കൊടുക്കാൻ അവിടെ ക്യൂ ആണ്. അതിന് ആപ്ലിക്കേഷൻ ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ആപ്പിൽ കയറിയാൽ നമുക്ക് എൻട്രി കിട്ടൂല. കാരണം എന്താ, അത്ര ആൾ ഫില്ലാണ്. എന്ത്, മുസ്ഹഫ് സംഭാവന കൊടുക്കാൻ നമ്മളെന്താ ചെയ്യുന്നത്, അവിടുന്ന് ഒരു സൗജന്യ മുസ്ഹഫ് കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കും അല്ലേ. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് മാസത്തിൽ ഏപ്രിൽ 1 പോയപ്പോൾ എന്നോട് 2 ആളെ ഏൽപ്പിച്ചെന്തരോ, മക്കത്ത് നിന്ന് ഓരോ മുസാഫ് സൗജന്യമായിട്ട് കൊണ്ടുവരും. ഞാൻ ഉംറക്ക് പോകുന്ന ആളാണ്, എന്നോട് ഏൽപ്പിക്കുക 2 മുസാഫ് സൗജന്യമായിട്ട് കൊണ്ടുവരാൻ. എങ്ങനെയുണ്ട്? അപ്പോൾ അവനവന് മരിച്ചാലും കൂലി കിട്ടാൻ വേണ്ടിയുള്ള ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നമുക്കൊരു മുസാഫ് സ്വന്തം പൈസ എടുത്ത് വാങ്ങാൻ ഇവിടെ വലിയ വിലയാണ് സൗദി അറേബ്യയിലെ ഖുർആൻ. ശരിയാണ്, അവിടെയാണെങ്കിൽ ഈ 40 റിയാലോ 25 റിയാലോ പുറത്ത് മാർക്കറ്റ് കിട്ടും. പള്ളിയിൽ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സ്വഭാവം. പക്ഷെ അവിടെ എങ്ങനെ, അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ അറിയോ, ഇങ്ങനെ പരലോകത്ത് കൂലി കിട്ടണം എന്ന് വിചാരിച്ച് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാൻ വേണ്ടിയാ. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. എനിക്ക് കിട്ടാത്തതുകൊണ്ട് പറയാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് റാഫി സാബുമായി വാങ്ങിക്കൊണ്ടുണ്ടാവും ഇവിടെ പല സമയത്തേക്കും. ഇപ്പം എനിക്കറിയാം, റാഫിൻ്റെ ഒരു ബന്ധു കഴിഞ്ഞ ഒരു ആഴ്ച, അതുകൂടി പറയാം, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉത്തരേന്ത്യയിലെ സംഗതികൾക്ക് ഇങ്ങനെ കുടുംബ ഗ്രൂപ്പിൽ റാഫി സാഹിബ് എന്തോ സംഗതി ചർച്ചൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇവിടെ നിന്നല്ല കഷ്ടപ്പാട്, ഉത്തരേന്ത്യയിൽ ഭയങ്കര കഷ്ടപ്പാടുണ്ട് എന്ന് പറഞ്ഞതാണ് തരേ. അദ്ദേഹം അങ്ങനെ അയാളുടെ അടുത്ത് നമ്പർ നോട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചു ഒരു ദിവസം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ വിശദമായി പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒന്ന് കാണണം, വരാൻ പറ്റുമോ? അപ്പം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടിപ്പോയി. സാധാരണഗതിയിൽ അങ്ങനെ കാണാൻ പോകുമ്പോൾ ഒരു 5000 10,000 ഒക്കെ തന്നാണ്ട് പിരിച്ചുവിടലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടുള്ള ആളുകളുണ്ട്. ഞാൻ എന്ത് ചെയ്ത് ഏതായാലും പോയപ്പോൾ അദ്ദേഹം ഇതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഒരു കവറ് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് ഉത്തരേന്ത്യയിലേക്കുള്ളതാണ്, ഈ സംഖ്യ നിങ്ങളാ പറഞ്ഞ സംഗതികൾക്ക് ചെലവഴിക്കണം. മലയാളിയാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്, സുഹൃത്താണ്, 6 ലക്ഷം രൂപ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞെന്തറിയോ, ഇങ്ങനെ പരലോകത്തേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കണം എന്ന് വിചാരിച്ച് ചെലവഴിക്കാൻ നമുക്കും സാധിക്കും എന്ന് പറയാനാണ്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗറസൻ. എത്ര ചെറിയ സംഗതിയാണ് നമുക്ക് അത് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് കഴിയുന്ന ചെയ്യണം. അല്ലാതെ നമ്മളിതിങ്ങനെ സൗജന്യമൊക്കെ ഉണ്ടോ നോക്കി നടക്കുക, എന്നിട്ട് മരിച്ചാൽ നമ്മളെ പദവി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ 50-ൽ മരണപ്പെട്ടു പോകുമ്പോൾ സങ്കടപ്പെടുക, പടച്ചോനെ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന വിഷമത്തിലും ബേജാറിലും നിൽക്കുന്നതിൽ ഒരു കാര്യമില്ല. ജീവിക്കുന്ന കാലത്ത് ഇങ്ങനെ നിലക്കാതെ പ്രവഹിക്കുന്ന നന്മകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അള്ളാഹു ആണല്ലോ നമ്മുടെ മനസ്സും നമ്മുടെ കഴിവുമൊക്കെ അറിയുന്നവൻ. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗറസൻ. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം ഒരു ചെടി നട്ടു, എന്നിട്ടോ ആ ചെടി നട്ട് ഇല്ലാ കാനമാ ഉക്കില മിൻഹു ലഹു സദഖത്തുൻ. ആ ചെടിയിൽ നിന്ന് എന്ത് കായ്ക്കനി ഉണ്ടായി എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ആ കായ്ക്കനി ആര് എപ്പോൾ ഭക്ഷിച്ചാലും ആ മരത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിനൊക്കെയും അയാൾക്ക് കൂലിയുണ്ട് എന്നാണ്. വമാ അക്കല സബ്ഉ മിൻഹു. വന്യമൃഗങ്ങൾ വന്നിട്ടാണ് അതിന് തിന്നതെന്ന് വിചാരിക്കുക, ആരും അറിയുന്നില്ല. രാത്രി പന്നി വന്നിട്ടാണ് തിന്നത് എങ്കിൽ അതിനും അവർക്ക് അദ്ദേഹത്തിന് കൂലിയുണ്ട്. ഫഹുവ ലഹു സദഖത്തുൻ വമാ അക്കലത്തി ത്വയ്റു. ആ മരത്തിൽ നിന്ന് പക്ഷികൾ വന്നിരുന്ന് ആ തണലാസ്വദിച്ചുകൊണ്ട് അതിലെ ആ പുളിപ്പുള്ള പഴം കൊത്തിത്തിന്നാൽ അതിനു പോലും അദ്ദേഹത്തിന് സദഖയുണ്ട്. വലാ യസ്റഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖത്തുൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു ചെടിയിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ
അതിൻ്റെ താഴെ വിശ്രമിക്കുന്നുവെങ്കിൽ പോലും അയാൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ്. ഈ പ്രതിഫലം എങ്ങനെയാണ്? ഇത് നിലക്കാതെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്ന കൂലിയുടെ കൂട്ടത്തിലാകുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ എണ്ണിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലുമൊക്കെ ഇങ്ങനെ ചില സംഗതികൾ പ്രത്യേകമായി മനുഷ്യന് അവൻ്റെ മരണാനന്തരവും അവൻ്റെ പദവി വർദ്ധിക്കുന്ന, അവൻ്റെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിലേക്ക്, അക്കൗണ്ടുകളിലേക്ക് വീണ്ടും വീണ്ടും വരവ് വെക്കുന്ന, വന്നുകൊണ്ടേയിരിക്കുന്ന നന്മകൾ ഒരുപാടുണ്ട് എന്നാണ്. അതിലെ ഏതാനും ഭാഗങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ ഒരു അർത്ഥത്തിൽ വരുന്നതൊക്കെയും അതിൽപ്പെടുന്നതാകുന്നു. അത്തരത്തിൽ ഉള്ള സദക്കകളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഞാൻ ഈ സൂചിപ്പിച്ച സ്വദഖത്തുൻ ജാരിയ. ഇനി അതിൽ 2 പറയാണ്ട് ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ സ്വദക്കകളുടെ തന്നെ പദവി വർദ്ധിക്കുന്ന മറ്റൊരു സദക്കയെക്കുറിച്ച് സൂചിപ്പിക്കാൻ സമയമുണ്ടെങ്കിൽ ഇൽമുൻ യുൻതഫഉ ബിഹി വലദുൻ യദഉ ലഹു സ്വാലിഹുൻ യദഉ ലഹു എന്നുള്ളൂ പറയും. സമയമില്ലെങ്കിൽ അത് നമ്മൾ പിന്നെ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ സ്വദക്കകളുടെ കൂട്ടത്തിൽ തന്നെ നന്മ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കുന്ന സ്വദക്കകൾ, ഞാനിപ്പോൾ പറഞ്ഞ എന്താണ്, അതിൻ്റെ സൽപ്രവർത്തനങ്ങളുടെ ഫലം, ആ സ്വദക്കയുടെ ഫലം നിലക്കാതെ ഒഴുകുന്നതാണല്ലോ. എന്നാൽ പ്രത്യേകമായി അള്ളാഹു പരിഗണിക്കുന്ന ചില പ്രതിഫലം, അതായത് പ്രത്യേകം അള്ളാഹു നൽകുന്ന പ്രതിഫലം, അത് ലഭിക്കുന്ന സ്വദക്കകളുണ്ട്. ആ സ്വദക്കയാകുന്നു എന്ത്? സ്വകാര്യമായി ചെയ്യുന്ന സ്വദക്കകൾ, ആരും അറിയാതെ ചെയ്യുന്ന സ്വദക്കകൾ. അപ്പോൾ സ്വദക്ക അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, 2 രൂപത്തിലും ചെയ്യാം സ്വദക്ക. ഖുർആനിലെ ഒരു വചനം, സൂറത്തു ബഖറയിലെ 271 വചനം നമുക്കൊക്കെ അറിയാം. ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാ ഹിയ. നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തുകയാണ് വിചാരിക്കുക, പരസ്യമായി ചെയ്യുകയാണെങ്കിൽ ഫനിഅമ്മാ ഹിയ, അത് നല്ലത് തന്നെയാണ്. വഇൻ തുഖ്ഫൂഹ, എന്നാൽ നിങ്ങളത് സ്വകാര്യമായി ചെയ്യുന്നു. വതൂതുഹൽ ഫുഖറാ, പാവപ്പെട്ട ആളുകൾക്ക് ആ സ്വദഖ നൽകുന്നുവെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഉത്തമമാകുന്നു. വയുകഫിറു അൻകും സയ്യിആതിക്കും, നിങ്ങളുടെ പാപങ്ങൾ അതുകൊണ്ട് അള്ളാഹു പൊറുക്കും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അപ്പോൾ അള്ളാഹു പ്രതിഫലം നൽകുന്നതിൻ്റെ പുറമെ നിങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് നിങ്ങൾക്ക് ആ പ്രതിഫലത്തിലും അധികമായി നൽകുന്ന സ്വദക്ക, അതിൻ്റെ സ്വദക്ക ഏതാണ്? നിങ്ങൾ സ്വകാര്യമായി ചെയ്യുന്ന സ്വദക്കകൾ. അപ്പോൾ 2 തരത്തിലുള്ള സ്വദക്കകളുണ്ട് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. സ്വദക്കകൾ 2 രൂപത്തിലുണ്ട്. ഒന്ന് പരസ്യമായി ചെയ്യാവുന്ന സ്വദക്കയുണ്ട്. അതിന് പരസ്യമായി ചെയ്തു എന്നതുകൊണ്ട് ഒരു കുറ്റവുമില്ല. അതേതാണ്? പൊതുവായ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന സ്വദക്കകളുണ്ടല്ലോ, അത് പരസ്യപ്പെടുത്തുന്നത് കൊണ്ട് ഒരു കുറ്റവുമില്ല. പക്ഷേ നീയത്ത് മാറരുത്. ഇപ്പോൾ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഒരു യുദ്ധത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ യുദ്ധ മുന്നണിക്ക് വേണ്ടി, സന്നാഹങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ നൽകുക എന്ന് പറഞ്ഞല്ലോ. അപ്പം എന്താ വിചാരിച്ച്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇത്തവണ എങ്ങാനും അബൂബക്കർ സിദ്ദീഖിനെ പരാജയപ്പെടുത്തണം. അദ്ദേഹം എന്ത് ചെയ്തു? പ്രവാചകൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള സ്വത്തിൻ്റെ പകുതി, സ്വർണവും വെള്ളിയുമൊക്കെ ആയിട്ടുള്ള സംഗതി പകുതി കൊടുന്ന് പ്രവാചകൻ്റെ അടുത്തൊരു കിഴി കൊടുത്തു. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ്. കാരണം എന്താ? എൻ്റെ വീട്ടിലുള്ളത് പകുതിയും കൊടുത്തു കഴിഞ്ഞു, ഇനി പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ആരും കൊടുക്കൂല എന്നാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഇനി ആരാ കൊണ്ടുവരുന്നത്? ആ പള്ളിയിലേക്കതാ അടുത്തതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതുപോലൊരു കിഴിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് പ്രവാചകന് ചോദിച്ചു, ഇനി എന്താണ് നിൻ്റെ അടുക്കലുള്ളത്? നീ തന്നതിന് പുറമെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവും റസൂലുമുണ്ട്, എൻ്റെ കയ്യിലുള്ളത് മുഴുവനും ഞാൻ തന്നു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ ഇത് സ്വകാര്യമായി ചെയ്ത ധർമ്മമാണോ? അല്ല, അവിടെ പരസ്യമായിട്ടാണ് ഈ ഒരു ധർമ്മം ചെയ്തത്. കാരണം എന്താ? ഈ പരസ്യമായി ചെയ്യുന്നത് കൊണ്ട് 2 കാര്യങ്ങളുണ്ട്. മറ്റുള്ള ആളുകൾക്കൊരു പ്രേരണ അതിലുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അപ്പോൾ ഒരു പ്രേരണ കൂടെ അതിലുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോത്സാഹനവുമുണ്ട് മറ്റുള്ള ആളുകളെ കൊണ്ടുവരുവാൻ. അപ്പോൾ പൊതുവായ സംഗതികൾക്ക്, ഇപ്പോൾ നമ്മൾ പള്ളികൾക്കാകട്ടെ, നമ്മുടെ ചാരിറ്റി മറ്റു പ്രവർത്തനങ്ങൾക്കാകട്ടെ,
പൊതുവായ സംഗതികൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിയ്യത്ത് നഷ്ടപ്പെടാതെ നമുക്കൊരു മത്സരം മനസ്സിലുണ്ടാകാം. ഇത്തവണ ഏറ്റവും കൂടുതൽ ഇതിന് കൊടുക്കുന്നത് ഞാനായിരിക്കണം എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാം. അല്ലാതെ അത് പരസ്യപ്പെടുത്തി നമ്മൾ ആദ്യം പറയുന്നു വേണ്ട. അങ്ങനെ നമുക്ക് പരസ്യമായി അങ്ങനെ ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല എന്നാണ് ഈ ആയത്ത് പറയുന്നത്. ഫനിഅമ്മാഹിയ, അത് നല്ലത് തന്നെയാണ്, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള സംഗതി തന്നെയാണ്. പക്ഷേ എന്താണ്, നിങ്ങൾ വല്ല പാവപ്പെട്ട ആളുകൾക്കും ചെയ്യുന്ന ധർമ്മങ്ങളുണ്ടല്ലോ, അതെ, വ്യക്തിപരമായി ഒരു രോഗിയെ സഹായിക്കാൻ, അയാളുടെ ചികിത്സക്ക് നിങ്ങളൊരു സംഖ്യ കൊടുക്കാൻ വിചാരിച്ചിരിക്കുക. അത് സഹോദരൻ ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായ അള്ളാഹു പ്രതിഫലം നൽകുന്ന സംഗതിയിൽപ്പെട്ടതാകുന്നു നമ്മൾ സ്വകാര്യമായി ചെയ്യുന്ന ധർമ്മം. അതായത് ഇവിടെ ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വതുഅ്തൂഹൽ ഫുഖറ, നിങ്ങൾ വളരെ ഗോപ്യമായി രഹസ്യമായ തരത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ സ്വതക്ക ചെയ്യുകയാണ് എങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്കുത്തമം. അവർക്ക് നൽകുമ്പോൾ അങ്ങനെ സ്വകാര്യമായി നൽകുന്നതാണ് ഉത്തമം. എന്നാൽ എന്താണ്, ആ സ്വകാര്യമായി ചെയ്യുന്ന സ്വതക്കകൾക്ക്, ആ ധർമ്മത്തിൻ്റെ പ്രതിഫലത്തിന് പുറമേ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുമെന്നാണ്. ഇതതിൻ്റെ ഒരു പ്രാധാന്യമാണ്. ഇങ്ങനെ ഒരുപാട് പ്രാധാന്യങ്ങൾ വ്യത്യസ്തമായ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. അതായത് ചില ധർമ്മങ്ങൾ നമുക്ക് സ്വകാര്യമായി ചെയ്യാനുള്ള ധർമ്മങ്ങളുണ്ട് എന്നാണ്. അതെന്തിനാണ്, നമ്മൾ മരിച്ചാലും നമ്മളറിയാത്ത തരത്തിലുള്ള പ്രതിഫലം നമുക്ക് കിട്ടേണ്ടത്. കാരണം ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ച കാലത്ത് ചെയ്ത നന്മകൾ കൊണ്ട് മാത്രം അനന്തമായ സ്വർഗത്തിൽ നമുക്ക് സ്വസ്ഥമായി വിഹരിക്കാമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ചെന്താ, അതിൽ നമുക്കെന്ത് ചെയ്യണം, ഇടയ്ക്കിടെ അള്ളാഹുവിൻ്റെ ആദരവും പ്രത്യേകമായ പരിഗണനയും പദവിയും ഉയർച്ചയുമൊക്കെ ലഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുന്നൊരു നന്മയാകുന്നു വളരെ സ്വകാര്യമായി ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്നത്. അത് ഏത് നന്മയും അങ്ങനെ സ്വകാര്യമായി ചെയ്യാൻ പറ്റുന്നതുണ്ട്, അത് ആ രൂപത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ്. ഇപ്പം ജമാഅത്ത് നമസ്കാരം അങ്ങനെ സ്വകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. അതെന്താണ്, എല്ലാവരും കാണുന്ന രൂപത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വൃദ്ധയായ സഹോദരി, ഒറ്റക്ക് താമസിക്കുന്ന ആരാരുമില്ലാത്ത ആ സഹോദരിയെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നേരം പുലർച്ചയാകുമ്പോഴേക്കും സുബഹിക്ക് പള്ളിയിൽ വരുന്നതിന് മുമ്പ് ആ വീട്ടിൽ പോയി ആ വൃദ്ധയെ പരിചരിച്ച് സഹായിച്ച് മുറ്റം അടിച്ച് വൃത്തിയാക്കി വെള്ളം കോരി വെച്ച് ആ വൃദ്ധയുടെ വസ്ത്രങ്ങൾ അലക്കി വൃത്തിയാക്കി അദ്ദേഹം തിരിച്ചു പോരുന്നതാണ്. ഇങ്ങനെ എന്തിനാത്, അതെ, ആരും അറിയാത്ത ഒരു നന്മ, ആരും അറിയാത്തൊരു ധർമ്മം എനിക്കുണ്ടാകണം, ഞാനും പടച്ചോനും മാത്രം അറിയുന്നത്. കാരണം എന്താ, അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് കണക്കില്ലാത്ത രൂപത്തിൽ അള്ളാഹു പ്രത്യേകമായി നൽകുന്നതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ചെന്നപ്പോൾ പതിവില്ലാത്ത രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് തോന്നി, ഇതെന്തൊരു സംഭവം, ഞാൻ ആരും അറിയാതെ ചെയ്തൊരു സംഗതിയാണല്ലോ, പിന്നെ ആരാണ് ഇപ്പോൾ ഈ പണികളൊക്കെ പൂർത്തിയാക്കാൻ വന്നത്? അദ്ദേഹം തിരിച്ചു പോന്നു. രണ്ടാമത്തെ ദിവസം ചെന്നപ്പോഴും അതാ ഈ പണികളൊക്കെ അലക്കി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്നും തിരിച്ചു പോന്നു. മൂന്നാമത്തെ ദിവസം അദ്ദേഹം ചെയ്തോരോ, ആരാണ് ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന ആ നല്ല മനുഷ്യൻ എന്ന് അദ്ദേഹം അറിയാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം വീടിന് അല്പം അകലെ മാറി നിന്നു എന്നാണ്. ആ സമയത്തതാ ആ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു. ആ ഇരുണ്ട വെളിച്ചത്തിൽ അദ്ദേഹത്തിന് ആളെ മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അന്ന് ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ചെയ്തിരുന്ന ഈ പണികൾ ഈ 2-3 ദിവസം ആരും അറിയാതെ ചെയ്തത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ പിന്നെ നേരം പുലർന്ന് അബൂബക്കർ സിദ്ദീഖിൻ്റെ സദസ്സിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തിരുന്നൊരു നല്ല കാര്യം അതും നിങ്ങളെടുത്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതരോ, ഫൽ യതനാഫസിൽ മുത്തനാഫിസൂൻ,
നന്മയുടെ കാര്യത്തിൽ ഖുർആൻ പറഞ്ഞത് എന്താ? മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്നല്ലേ ഉമറേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ വിഷയം അവസാനിപ്പിച്ചു എന്നാണ്. അപ്പം ഞാൻ പറയുന്നത് അറിയോ, സ്വകാര്യമായിട്ടുള്ള നന്മകൾ എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയും വിശുദ്ധ ഖുർആനും പ്രോത്സാഹിപ്പിച്ചതാകുന്നു എന്നാണ്. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യുഹിബ്ബുൽ അബ്ദ തഖിയ്യ അൽ ഖഫിയ്യ, മറഞ്ഞ രൂപത്തിൽ സ്വകാര്യമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നന്മ ചെയ്യുന്ന അടിമകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അൽ അബ്ദ തഖിയ്യൽ ഖഫിയ്യ, വളരെ ഗോപ്യമായി തഖ്വയോടുകൂടെ ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ആയത്ത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യമായ നിലക്ക് പടച്ചോനെ ഭയപ്പെടുക, എന്നിട്ട് അങ്ങനെ ആരും അറിയാതെ ഭയപ്പെട്ടുകൊണ്ട് നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്, വഅജ്റുൻ അളീം വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവുമുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നന്മകൾക്ക് പ്രത്യേകമായ പദവിയും പ്രത്യേകമായ പരിഗണനയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുണ്ട് എന്നാണ്. ആ കൂട്ടത്തിൽ പ്രവാചകൻ്റെ ഒരു ഹദീസ് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമൽ ഖിയാമ യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. വളരെ വിശദമായിട്ടുള്ള ഹദീസാണ്. എന്താണ്? 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു മഹ്ശറയിൽ പ്രത്യേകമായ തണൽ നൽകും. എന്ത്? യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അള്ളാഹ് നൽകുന്ന ആ തണലല്ലാതെ ഒരു തണലുമില്ലാതെ മഹ്ശറ വൻ സഭയിൽ ആദം നബി മുതലുള്ള മനുഷ്യരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ആ സംഭവം നമുക്കറിയാം. സൂര്യൻ ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ച് അവരോട് അടുത്തും അകലെയുമായി നിൽക്കുന്നു, ഒരു ചാൺ ഉയരത്തിലെന്നൊക്കെ ഹദീസിൽ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയത്തതാ എല്ലാവരും ഈ ഒരു വിയർപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ 7 വിഭാഗം ആളുകളെ അള്ളാഹു മാറ്റി നിർത്തിയിരിക്കുന്നു. എന്നിട്ടോ അവർക്ക് നല്ല സുന്ദരമായിട്ടുള്ള തണൽ, അവർക്ക് ചൂടില്ല, വിയർപ്പില്ല, വിഷമങ്ങളില്ല. അങ്ങനെ 7 വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ ഒന്നേതാണെന്നറിയോ? അതായത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സ്വകാര്യമായി റജുലുൻ തസദ്ദഖ ബിസ്വദഖത്തിൻ ഫഅഖ്ഫാഹ, രഹസ്യമായി കൊണ്ട് സ്വതക്ക ചെയ്തു, അത് മറച്ചുവെച്ചു മറ്റുള്ളവരിൽ നിന്നൊക്കെ. ആ മനുഷ്യനാകുന്നു ഹത്താ ലാ തഅലമ ശിമാലഹു മാ തുൻഫിഖു യമീനുഹു. നമ്മൾ പറയാറുണ്ട്, വലതുകൈ ചെലവഴിച്ചത് ഇടതുകൈ അറിയാതെ. ആ രൂപത്തിലാണ് പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെ ചെലവഴിച്ച ആൾ, എന്ത്, അത്രയും സ്വകാര്യമായി സ്വതക്ക ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് പ്രത്യേകം തണൽ നിൽക്കുമ്പോൾ ആ തണലിൽ അവരും ഉൾപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അപ്പോൾ സ്വകാര്യമായിട്ടുള്ള സ്വതക്കകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നതാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കാലഘട്ടം ജീവിച്ചു, അല്ലെങ്കിൽ കുറേ കാലം ജീവിച്ചു എന്ന് വിചാരിച്ചാൽ നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്ത് മരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള നന്മകൾ, തെരഞ്ഞെടുത്ത നന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രതിഫലം ഒരിക്കലും തന്നെ നഷ്ടപ്പെടാതെ, മാത്രമല്ല മരണാനന്തരവും നമ്മുടെ പ്രതിഫലത്തിലേക്ക് അത് ഒഴുകിക്കൊണ്ടേ ഇരിക്കുമെന്നാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. എന്ത്? നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയാൽ, അല്ലെങ്കിൽ ഈ ദുനിയാവിനോട് നമ്മൾ വിട പറയുമ്പോൾ, നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് അള്ളാഹുവിൻ്റെ വിധിക്ക് വിധേയമായി ഈ ദുനിയാവിനോട് വിട പറയേണ്ടി വന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അതുകൊണ്ട് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ, എന്ത്, നമ്മൾ വിചാരിച്ചിരുന്നു കേട്ടോ ഒരു ഉംറക്കൊക്കെ പോകണം അല്ലേ, അല്ലെങ്കിൽ ഹജ്ജ് പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി വിചാരിച്ചിരുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അയാൾ അങ്ങനെ വിചാരിച്ചിരുന്നു, ഇങ്ങനെ വിചാരിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയും, ഉമ്മാക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടായിരുന്നു, ചെയ്തിട്ടില്ല അല്ലേ, ഉപ്പാക്ക് അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ സങ്കടപ്പെടും, അതിനൊന്നും കഴിഞ്ഞില്ലട്ടോ, അങ്ങനെയാണ് മരിച്ചുപോയി എന്നൊക്കെ പറയും.
പക്ഷേ സഹോദരങ്ങളെ, അങ്ങനെയല്ല. നമുക്ക് ആശ്വാസത്തോടുകൂടെ നമുക്ക് പറയാൻ പറ്റണം, എന്തായിരുന്നാലും ശരി അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകി, അള്ളാഹിൻ്റെ വിളിക്കുത്തരം നൽകി. പക്ഷേ എന്തായിരുന്നാലും ജീവിച്ച കാലത്ത് അദ്ദേഹത്തിൻ്റെ നന്മകൾ ഇങ്ങനെയൊക്കെയാണ്. ആ നന്മകൾ ഒരിക്കലും അതിൻ്റെ പ്രതിഫലം മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് സമാധാനമായി, ആശ്വാസമുണ്ട്, അങ്ങനെ നമുക്ക് സമാധാനിക്കാം എന്ന് നമ്മുടെ ബന്ധുക്കളെക്കുറിച്ച് പറയാൻ പറ്റണം. നമ്മളെക്കുറിച്ച് നമ്മുടെ ബന്ധുക്കൾക്ക് പറയാൻ പറ്റണം, അങ്ങനെ ആയിരുന്നെങ്കിലും കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ളൂ എങ്കിലും അയാളുടെ നന്മകൾ എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നതല്ല. മരിച്ചാലും നന്മ കിട്ടുന്ന എത്രയോ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാകുന്നു ഈ സ്വദഖ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഇൽമുൻ യുൻതഫഉ ബിഹി എന്നാണ്. ആ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ അക്കൗണ്ട് 0 ആണ്. എന്ത്? നമ്മളുടെ ഇൽമു കൊണ്ട് ആർക്കൊക്കെ ഉപകാരം കിട്ടിയെന്നാണ്. അതാണ് ഇൽമുൻ യുൻതഫഉ ബിഹി, മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ള അറിവുകൾ എന്നതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മരിച്ചാലും നിലക്കാതെ കൂലി വന്നുകൊണ്ടേയിരിക്കുന്ന നന്മകളിൽ പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ ആർക്കൊക്കെ അങ്ങനെ ഇൽമ് ഇങ്ങനെയുള്ള കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. എങ്ങനെ? എനിക്കൊരു അറിവ്, അത് ദീനിയായിട്ടുള്ള അറിവാകട്ടെ, ദുന്യവിയായിട്ടുള്ള അറിവാകട്ടെ. ദുനിയാവിൽ ഒരുപാട് അറിവുകളുണ്ട്, അതുകൊണ്ട് പല ആളുകളും രക്ഷപ്പെടാറുണ്ട്. അങ്ങനെയുള്ളതാണെങ്കിലും നമ്മളത് ആർക്കെങ്കിലും പകർന്നു കൊടുത്തിട്ടുണ്ടോ? ഇനി ദീനാണ് ഏറ്റവും വലിയ അറിവ്, ദീനിനെക്കുറിച്ചുള്ള ഇൽമാണല്ലോ. ഒരാൾ സ്വർഗത്തിലേക്കെത്താൻ, അയാളുടെ ജീവിതത്തിൽ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ, അയാൾക്ക് നല്ലവനായി ജീവിക്കാൻ അവനെ ഒന്ന് സൗമ്യമായി വിളിച്ചു പറഞ്ഞ് ഉപദേശിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, ഇന്നിപ്പോൾ നമ്മൾ ഖുർആൻ ക്ലാസ്സിന് വന്നിട്ടുണ്ട്, നമ്മൾക്ക് വലിയ ഒരു സന്തോഷം തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ശ്രമം നടത്തി വെക്കാം. എന്ത്? നമ്മളുടെ വേണ്ടപ്പെട്ട കസിൻസ്, അല്ലെങ്കിൽ അമ്മായിൻ്റെ മകള്, അമ്മായി, ഇവരോടൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് പറയാലോ. എന്ത്? ഇങ്ങനൊരു സംഗതി ഉണ്ട്, ഏതായിരുന്നാലും മഗ്‌രിബിക്ക് ശേഷം ഏർപ്പാടൊന്നുമില്ലല്ലോ, ഞങ്ങളെ കാറിൽ പോരുന്നോ എന്ന് ചോദിച്ചാൽ എന്തായി? അത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അറിവ് ഉപയോഗപ്പെടുത്തുന്നതിൽ അതും ഉൾപ്പെടുത്താം. അതുകൊണ്ട് അവർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ കൂലി എന്താ പ്രവാചകൻ പറഞ്ഞ്? മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി എന്നാണ്. ഒരാൾ ഒരു നല്ല കാര്യം ഒരാൾക്ക് അറിയിച്ചു കൊടുത്തു, എന്നിട്ട് അയാളത് പ്രവർത്തിച്ചു. പ്രവർത്തിച്ചാൽ അയാളത് പ്രവർത്തിക്കുമ്പോൾ എന്താണെന്നറിയോ? അയാൾ പ്രവർത്തിക്കുന്ന ആൾക്ക് കൂലി കിട്ടുന്നു, അതിൽ നിന്നൊന്നും കുറയാതെ പ്രവർത്തിച്ച അതേ കൂലി നമുക്കും കിട്ടുകയാണ്. നമ്മൾ അറിയിച്ചു കൊടുത്താൽ ആദ്യം തന്നെ ഒരു കൂലി ഉണ്ട്. എന്ത്? ഒരു നന്മ അറിയിച്ചു കൊടുത്തതിനൊരു കൂലി ഉണ്ട്, അതൊരു സൽപ്രവർത്തനമാണ്, ഒരു അമൽ സ്വാലിഹാണ്. എന്നാൽ അയാൾ അത് പ്രവർത്തിക്കൂടെ ചെയ്താലോ അയാളുടെ പ്രവർത്തനത്തിൻ്റെ കൂലി കുറയാതെ നമുക്കും കിട്ടുന്നു എന്നാണ്. ഇതാ പറഞ്ഞത്. നമ്മൾ ആ ഒരു ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹു തആല പറഞ്ഞെന്താ? മരിച്ചാലും മുറിഞ്ഞു പോകാതെ ആ ഖബറത്തിൽ നിന്ന് എല്ലാവരും തിരിഞ്ഞു പോന്നാലും നിലക്കാത്ത പ്രവാഹമുള്ള നന്മയാകുന്നു ഇൽമ് പങ്കുവെക്കുക, അറിവ് കൈമാറുക എന്ന്. നമുക്ക് ദീനിൻ്റെ അറിവ് കൈമാറുവാനുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ അവസരങ്ങൾ ഇഷ്ടം പോലെയാണ്. നല്ല ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു കഷ്ണം ഒരു വേണ്ടപ്പെട്ട ആൾക്ക് നല്ലൊരു കമൻറ്റോടുകൂടെ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എന്നിട്ട് നിൻ്റെ അഭിപ്രായം പറയണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മളോടുള്ള റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ പരിഗണിച്ച് അവരതൊന്ന് കേൾക്കും. അല്ലാതെ ചറപറാ ഗ്രൂപ്പിലേക്ക് നമ്മളൊരു പ്രഭാഷണം ഇട്ടു, ആരും ഇത് മൈൻഡ് ചെയ്തില്ല, എന്നിട്ട് നമ്മൾ പറയാണ് ഞാൻ എൻ്റെ അറിവൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് അള്ളാഹിനോട് ചോദിച്ചാൽ അതിനൊന്നും പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കണം. മറിച്ച് എന്താണ്? നമുക്ക് ആത്മാർത്ഥതയുണ്ടോ? ഉണ്ട് എങ്കിൽ അങ്ങനെയാണല്ലോ. നോക്കൂ നിങ്ങൾ, സ്വഹാബ കിറാം എങ്ങനെയാണ് അധ്വാനിച്ചത്? നമുക്കറിയാം, മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹിജറ പോകുന്നതിന് മുമ്പ് ഒരു സ്വഹാബിനാണ് പറഞ്ഞയച്ചിരുന്നു. അറിയാലോ, ഇപ്പോൾ ഹിജറിൻ്റെ കാലഘട്ട ഹിജറ പറയുന്ന ഖുതുബകളാണ് നമ്മൾ കേട്ടത്. പക്ഷെ ആ ഹിജറക്ക് മുമ്പ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിജറ പോകുന്നതിൻ്റെ 2 വർഷം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിലേക്ക് പറഞ്ഞയച്ച ചെറുപ്പക്കാരനായിരുന്നു. എന്തായിരുന്നു അറിയോ? അദ്ദേഹത്തിനോട് ചോദിച്ചു, മദീനയിലേക്ക് ഒരാൾ പോകണം, അവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ, ഇസ്ലാം പഠിപ്പിക്കാൻ,
ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നാമത് കൈപൊക്കിയത് മുസ്അബ് ഇബ്നു ഉമൈറാണ്. അദ്ദേഹം ഖുറൈശികളുടെ കൂട്ടത്തിലെ വലിയ പ്രമാണിയായിരുന്ന സുമുഖനായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി മാറി, അദ്ദേഹത്തിൻ്റെ എല്ലാ ചിന്താഗതികളും മാറി. ഞാൻ പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം മദീനയിൽ പോയി. ആദ്യം ചെറിയ ചെറിയ ഗോത്രങ്ങളുടെ തലവന്മാരെ കണ്ടു, വ്യക്തിപരമായി സംസാരിച്ചു. അങ്ങനെ ആ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അങ്ങനെ പ്രവാചകനും സ്വഹാബത്തും മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അവിടെ കൂടി നിന്ന ആളുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അൻസ്വാരികൾ എന്ന്. എന്താ അൻസ്വാരികൾ എന്ന് പറഞ്ഞാൽ സഹായികൾ. എങ്ങനെ സഹായികളായി? ഈ ഒരൊറ്റ മനുഷ്യൻ്റെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം, അയാളുടെ ഇൽമ് ഉപയോഗിച്ച് ചെയ്ത സേവനങ്ങളാണ് ആ മദീനയെ മാറ്റിമറിച്ചത്. എന്നിട്ടോ നബിനെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ആ മനുഷ്യർ ഈത്തപ്പനയുടെ മുകളിൽ കയറി കാത്തു നിൽക്കുകയാണ്. എങ്ങനെ? 7 ദിവസം ഓരോ ദിവസം മലയുടെ മുകളിൽ കയറും, ഈത്തപ്പനയുടെ മുകളിൽ കയറി നോക്കും, പ്രവാചകൻ വരുന്നുണ്ടോ, പ്രവാചകന്റെ ആഗമനം എവിടെ എത്തിയിട്ടുണ്ട് എന്നറിയാൻ. ഇതിന് കാരണമാരായിരുന്നു? അതെ, അതാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അയാളുടെ ഇൽമ് മറ്റുള്ള ആളുകൾക്ക് പകർന്നു നൽകുവാൻ കാണിച്ച ആ ഒരു ഇഖ്ലാസ് ഉണ്ടല്ലോ, അതാണ് മരണാനന്തരം നിലക്കാത്ത പ്രവാഹമായി അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കും. ദുനിയാവിൽ അയാൾക്ക് എന്തായിരുന്നത്? എന്താണ്? കഫംപടവ് പോലും പൂർത്തിയാകാത്ത ദുനിയാവിലെ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, കിസ്റയുടെയും കൈസറിൻ്റെയും ഒക്കെ കൊട്ടാരത്തിലേക്ക് ആര് പോകുമെന്ന് ചോദിച്ചപ്പോൾ റുബഈ ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ പോകാം. അദ്ദേഹമാണ് 1 മാസക്കാലം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാകുന്നു ആ കിസ്റയുടെ കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. അതാണ് സഹോദരങ്ങളെ. അപ്പം നമ്മൾ ഇൽമ് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഞാൻ അറബി കോളേജിലൊന്നും പോയിട്ടില്ല, ഞാൻ ഖുതുബക്കൊന്നും പോണ ആളല്ല, എനിക്ക് ഖുർആൻ ക്ലാസ് എടുക്കാനും അറിയില്ല എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഒതുങ്ങിയിരിക്കുക. എന്നിട്ട് ആരെങ്കിലും സംഘടിപ്പിക്കുമ്പോൾ എങ്ങനെ പോലൊക്കെ വിളിച്ചിട്ട് പോകാതിരിക്കുക എന്ന് വിചാരിച്ച് വേണ്ട എന്ന രൂപത്തിൽ നമ്മളിങ്ങനെ എത്തി നോക്കുകയാണ്. അതിന് 8 മണിയായപ്പത്തിന് വാച്ചിലേക്ക് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 3 മിനിറ്റ് കൊണ്ട് നിർത്തും, പേടിക്കണ്ട. അപ്പോൾ ഇതെല്ലാം ഇൽമുൻ യുൻതഫഉ ബിഹി എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാര്യല്ല എന്നാണ്. ഒരു ചില്ലറക്കാര്യല്ല, മറിച്ച് എന്താ? മരിച്ചാലും പ്രവാഹം തുറന്നുകൊണ്ടേയിരിക്കുന്ന നന്മയുടെ കൂട്ടത്തിൽപ്പെട്ട ആ ഗണത്തിൽപ്പെട്ടതാകുന്നു നമ്മുടെ ഇൽമ് എന്നതാണ്. ഇൽമ് ഉപയോഗപ്പെടുത്തിയാൽ അത് ആ രൂപത്തിലാകുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മരിച്ചു പോയാലും ശരി, നമ്മൾ ആദ്യം എത്തിയ സ്വർഗത്തിലല്ല പിന്നുണ്ടാവുക. കാരണം എന്താ? ഈ ഇൽമിൻ്റെ പ്രതിഫലം, ഇത് പ്രയോജനപ്പെടുത്തിയതിൻ്റെ പ്രതിഫലം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വർഗത്തിലെ പദവി വർദ്ധിക്കുകയാണ്. എന്നിട്ട് ആദ്യം തന്നിരുന്ന ആ സ്വർഗത്തിൽ നിന്ന് പിന്നെ 3 സ്റ്റാറിലേക്ക് മാറ്റി നമ്മളെ. കാരണം എന്താ? നമ്മളിവിടെ പകർന്നു കൊടുത്ത ഖുർആൻ ക്ലാസ് ഉണ്ടല്ലോ, ആ ഹദീസിൻ്റെ ആശയമുണ്ടല്ലോ, അത് പഠിച്ച ആളുകളുടെ മാറ്റമുണ്ടല്ലോ, അത് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂലിയുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ 3 സ്റ്റാറിലേക്ക് മാറി. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഇത് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല വീണ്ടും ഇയാൾക്ക് പ്രതിഫലം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, ഇതുപോരാ, 5 സ്റ്റാർ ഫെസിലിറ്റി ആവട്ടെ, അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കുകയാണ്. നമ്മളെ സാധാരണ ഒരു നന്മയും പ്രവർത്തിച്ച് സ്വർഗത്തിലെത്തിയ ആളുകൾ ഇപ്പോഴും ആ സാധാരണ ആ ഒരു സീറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ മാറി സ്വർഗത്തിൻ്റെ ഉറുഫാത്തുകൾ, ഉന്നതമായിട്ടുള്ള പദവികളിൽ നമ്മൾ വിഹരിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിക്കുന്നത്. 3ാമത് ഗണം എന്ന് പറഞ്ഞത് ഇങ്ങനെ സൽപ്രവർത്തനങ്ങളുടെ നന്മ പ്രവഹിക്കുന്ന കൂട്ടത്തിലുള്ളത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്നാണ്. അത് വിശദമായി പ്രതിപാദിക്കേണ്ട വിഷയമാണ്. അത് മാത്രം ഒരു വിഷയമായി സംസാരിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഒറ്റവാക്കിൽ മനസ്സിലാക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാവുക എന്നത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്, നമ്മുടെ ഒരു നിക്ഷേപമാണ്. അല്ലാതെ നമ്മളിപ്പോൾ എന്ത് പഠിപ്പിച്ചാലും അതൊക്കെ നിക്ഷേപമാണ്. എങ്ങനെ? നമ്മൾ മരിക്കുന്നത് വരെ അവൻ്റെ ശമ്പളം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അവൻ ചെലവിന് തരുന്ന അതുവരെ നമുക്ക് കിട്ടും. അത് താൽക്കാലികമായ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ്. എന്നാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതോ, അവന് ദീനീബോധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? നിസ്കാരത്തിന് കൃത്യത പഠിപ്പിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അവന് ഓർമ്മ കിട്ടുന്നുണ്ടോ? പ്രാർത്ഥനക്കിടയിൽ ഉമ്മച്ചിനെയും ഉപ്പച്ചിനെയും എപ്പോഴും ഓർക്കണം എന്ന് അവനിലുണ്ടോ? ഇത് വെറുതെ ഉണ്ടാവില്ല, കുറച്ച് അധ്വാനിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ചധികം പറയേണ്ട വിഷയമാണ്. അതുകൊണ്ട് അതുണ്ടെങ്കിൽ എന്താണെന്നറിയോ, അതൊരു സ്ഥിര നിക്ഷേപമാകുന്നു. എങ്ങനെ? നമ്മൾ മരണപ്പെട്ടാലും ഇൻഖിതാ ഇല്ലാത്ത, നിലച്ചു പോകാത്ത,
മരിച്ചു പോകാത്ത, നിലച്ചു പോകാത്ത, നിലക്കാത്ത പ്രവാഹമാകുന്നു നമ്മുടെ മക്കളുടെ പ്രാർത്ഥന. പിന്നതാ മക്കൾക്ക് ശേഷം മക്കൾ പറഞ്ഞു കൊടുക്കും, നിൻ്റെ വല്യുപ്പ വല്യുമുണ്ടല്ലോ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെയായത്, അതുകൊണ്ട് വല്യമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വല്യമ്മക്ക് വേണ്ടി നീ ദുആ ഇരക്കണം. അപ്പോൾ അവിടെയും തുടരുകയാണ് സഹോദരങ്ങളെ, നിലക്കാതെ. ഇനി ഒന്നുമില്ലാന്ന് വിചാരിച്ചോളി, ഈ ഒരു പൈതൃകം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ നമ്മളുടെ സ്വാധീനത്തിലൂടെ ദീനിയായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ പരിശ്രമം കൊണ്ട് അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ നമ്മളത് തുടർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ നിക്ഷേപങ്ങൾ, ഇപ്പം ഞാൻ സൂചിപ്പിച്ച സംഗതി എന്താ അറിയോ, ഞാൻ 1-2 വാർത്തകൾ വായിക്കുകയും എനിക്കേറ്റവും അടുത്ത ആളുകളിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ പെടുന്നനെ മരിക്കുകയോ ചെയ്തപ്പോൾ എങ്ങനെയാണ് അവരുടെ ഈ ദുനിയാവിൽ ബാക്കിയുള്ള ആളുകൾക്കൊരാശ്വാസം എന്ന് ആലോചിച്ചപ്പോഴാണ് ഖുർആനിലെയും ഹദീസിലെയും ഒക്കെ ഈ ഭാഗം ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചത്. മുമ്പൊക്കെ നമ്മളും സ്വദഖത്തുൻ ജാരിയ, ഇൽമുൻ യുൻതഫഉ ബിഹി, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്നൊക്കെ നമ്മളും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടെ ആഴത്തിൽ പഠിച്ചപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സ്കൂളിലെ അധ്യാപകരും അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളൊക്കെ പോയപ്പോൾ ചില കുടുംബങ്ങളൊന്നും ഇനി ആരുമില്ല, ബാക്കിയൊന്നുമില്ല. അപ്പോൾ എങ്ങനെ പറയും, എങ്ങനെ ആശ്വസിപ്പിക്കും? ഇതാണ് ഇസ്ലാം നൽകുന്ന ആശ്വാസവും. അപ്പോൾ ഇസ്ലാമിൻ്റെ ഈ ഒരു നിയമങ്ങളും ഇസ്ലാമിൻ്റെ ഈ സംവിധാനങ്ങളുമൊക്കെ ഇന്നും ദുനിയാവിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഫോക്കസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാധാരണ കേൾക്കാറുള്ള ഉദ്ഹിയത്തിൻ്റെ സമയത്താണ്. ഉദ്ഹിയത്തിൻ്റെ സമയത്ത് നമ്മൾ ഇവിടെയുള്ള ഉദ്ഹിയത്തിൻ്റെ ഒരു വിഹിതം ശേഖരിച്ച് നമ്മൾ ഉത്തരേന്ത്യയിലുള്ള ഗ്രാമങ്ങളിൽ ഉദ്ഹിയത്തറുക്കാറുണ്ട്. അതതിൻ്റെ ഒരു പദ്ധതി മാത്രമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങൾക്കറിയാലോ, അവിടെ ഈ പറഞ്ഞ ഒരു സംഗതിയില്ല. അതായത് ദീനുള്ള ദുനിയാവില്ലാത്ത ആളുകളാണ് നമ്മുടെ മുസ്ലിം സമുദായം അവിടെ. അപ്പോൾ അവിടുന്ന് എന്താ വെച്ചാൽ 4-5 ക്ലാസ് വരെ പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യും, കേരളത്തിലേക്ക് പണിക്ക് വരും. അപ്പോൾ 18 വയസ്സായതിനു മുമ്പ് ഇവിടെ എടുത്താൽ ലേബർ ഇതിനനുസരിച്ച് എതിരായതുകൊണ്ട് അവർ തൽക്കാലം അവിടെ ഇവിടേക്ക് തട്ടിമുട്ടി ഇങ്ങനെ പിന്നെ വന്നിട്ട് ഇവിടെ പണിയെടുക്കും. ഇതാണ് അവർ ചെയ്യുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഫോക്കസ് ഇന്ത്യ 6-7 വർഷമായി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവർക്ക് ദീനും നൽകണം, ഭൗതിക വിദ്യാഭ്യാസം നൽകണം. അതിനോല് വരണമെങ്കിൽ എന്തുവാണെന്നറിയോ, ആദ്യം ഇതൊക്കെ ഒന്ന് സ്വീകരിക്കണ്ടേ. അത് സ്വീകരിക്കാൻ വേണ്ടി അവരൊന്ന് മെരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോമ്പ് കാലത്ത് ഇഫ്താർ കിറ്റ് കൊടുക്കുന്നുണ്ട്, പെരുന്നാളിന് നമ്മുടെ ഫിത്ർ സക്കാത്തിൻ്റെ അരി വിതരണം ചെയ്യുന്നുണ്ട്, ബലിപെരുന്നാളിന് ഇത്തവണത്തെ ബലിപെരുന്നാളിന് 600 ഗ്രാമങ്ങളിൽ അൽഹംദുലില്ലാ 600 ഗ്രാമങ്ങളിൽ ഉദ്ഹിയത്തറുക്കാൻ ഫോക്കസ് ഇന്ത്യക്ക് സാധിച്ചു. എങ്ങനെ? ഒന്നുമില്ല, ഈ വാട്സപ്പിലിട്ടിട്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സഹായിച്ചതാണ്. അതെങ്ങനെ സഹായിക്കണത്? നമ്മളെ നാട്ടിലൊക്കെ ഫ്രിഡ്ജ് പുതിയ വാങ്ങലാണ് ഉദ്ഹിയത്തിൻ്റെ സമയത്ത്. കാരണം ഇതൊന്നും മതിയാവില്ല ഇത്തവണത്തെ ഉദ്ഹിയത്തിന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഇറച്ചിക്ക് പകരം ഒരു മാംസം പോലും കിട്ടാത്ത, ഒരു ദിവസം പോലും മാംസഭക്ഷണം കഴിക്കാത്ത ആ പാവപ്പെട്ട ആളുകൾ പെരുന്നാളിനെങ്കിലും അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ സഹോദരങ്ങൾ 5000 രൂപ വന്ന ഷെയർ തന്നിട്ടാണ് 1,38,00,000 ഇത്തവണ ഫോക്കസ് ഇന്ത്യ ഒലുഹ്യത്തിന് വേണ്ടി ഉത്തരേന്ത്യയിൽ, അതും കൃത്യമായി ഓരോ ഗ്രാമങ്ങളിലും കമ്മിറ്റി ഉണ്ടാക്കി ആ സ്ഥലങ്ങളിൽ അതിനുവേണ്ടി നമ്മൾ നേരിട്ട് പോയി, നമ്മുടെ പ്രവർത്തകർ നേർക്ക് നേരെ പോയി സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതതിൻ്റെ ഒരു പ്രവർത്തനമാണ്. കൂട്ടത്തിൽ ഒരുപാട് മദ്രസകളുണ്ട്. മദ്രസ എന്ന് പറഞ്ഞാൽ നിലത്ത് സിമൻറ്റ് ചാക്ക് വിരിച്ചാണ്ടാണ് അവർ പഠിക്കുന്നത്. എന്നിട്ട് മുസാഫ് എന്ന് പറഞ്ഞാൽ പിന്നിപ്പാറി ചിതറിക്കിടക്കുന്ന മുസാഫുകളിൽ അവരെങ്ങനെ ഓതി പഠിക്കുകയാണ്. കുറേ കാലം ഓതി കഴിയുമ്പോൾ ഇനി മതി എന്നറിയും വീട്ടിൽ നിന്ന്. അപ്പോൾ അവൻ പാടത്തേക്ക് പോകും, പിന്നെ അവൻ്റെ പരിപാടി കഴിഞ്ഞു, അവൻ്റെ പഠനം കഴിഞ്ഞു. അപ്പോൾ ഈ മദ്രസകളെ നമ്മൾ മാറ്റുകയാണ്. നമ്മൾ പറയാണ്, നിങ്ങൾ ഈ മദ്രസൻ്റെ കൂട്ടത്തിൽ സ്കൂളും കൂടെ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, ഈ സിമൻറ്റ് ചാക്ക് മാറ്റിത്തരാം, ബെഞ്ചും ഡെസ്കും തരാമെന്നാണ് ആദ്യം പറയുക. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്കൂളുകളിൽ ബെഞ്ചും ഡെസ്കും കൊടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ബീഹാറിലെ കട്ടിഹാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ജില്ല. കട്ടിഹാറിലെ നീമ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു സ്കൂളിൽ ബെഞ്ചും ഡെസ്കും കൊടുത്തു. തൊട്ടടുത്ത വർഷം അവിടുത്തെ അഡ്മിഷൻ ഇരട്ടിയായി. അവർ പറയും എന്താരോ, കേരളക്കാർ സ്കൂൾ തുടങ്ങിയിട്ട് അവിടെ ബെഞ്ചും ഡെസ്കൊക്കെ ഉണ്ട്, എന്നാൽ അവിടേക്ക് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ സ്കൂളിന് നമ്മൾ തറക്കും. ആ സ്കൂള് ഷെഡിലാണ് നടക്കുന്നത്. 450-500 കുട്ടികളിലധികം ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ആ സ്കൂളിനൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ തറക്കല്ലിട്ടുണ്ട്. ഒരു ക്ലാസ് റൂമിന് 6 ലക്ഷം രൂപ ചിലവാണ്. അങ്ങനെയുള്ള ഒരു
5 ക്ലാസ് റൂമുള്ള ഒരു ബ്ലോക്ക് ഈ കൊല്ലം നമ്മൾ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ 3 ബ്ലോക്ക് വേണം, എന്നാലേ അവർക്ക് ആവുള്ളൂ. ഒരു 30 ലക്ഷം രൂപ ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇങ്ങനെയുള്ള സംഗതികളാണ് ഫോക്കസ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ആസാമിലുള്ള നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 10 ഗ്രാമങ്ങളെ നമ്മൾ ദത്തെടുത്തിട്ടുണ്ട്. 10 ഗ്രാമങ്ങൾ. ഈ 10 ഗ്രാമങ്ങളിൽ ഓരോ സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പറയുന്ന പേര് സിദിനി സെൻറ്റർ എന്നാണ്. അവിടെ നമ്മൾ കാര്യമായി ചെയ്യുന്നത് ആദ്യം അവിടുത്തെ സ്ത്രീകൾക്ക് അറബി അക്ഷരവും ഖുർആനും പഠിപ്പിക്കുകയാണ്. അറബി അക്ഷരം ഖുർആനും. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 6 മാസം പഠിപ്പിച്ചിട്ട് ഞങ്ങൾ പരിശോധിക്കാൻ ചെന്നു. അപ്പോൾ അവർ ഭയങ്കര ആവേശത്തിലാണ്. എന്താ പറയുക ആവേശം? അവർ ഫാത്തിഹ സൂറത്ത് പഠിച്ചു എന്നാണ്. ആര്? നിങ്ങളെപ്പോലെ പ്രായമുള്ള സ്ത്രീകളും ഇതുപോലെയുള്ള പുരുഷന്മാരും പറയുന്നത് ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് പഠിച്ചു, ഞാൻ ചെല്ല എന്നാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടികളെ മാതിരി. അപ്പം എന്തറിയോ, ഇതുവരെ അങ്ങനെ സംഭവം അറിയില്ല. അപ്പം നിസ്കാരം ഉണ്ടോ ചോദിച്ചു, നിസ്കാരമൊന്നുമില്ല, അങ്ങനെ പരിപാടിയില്ല. അങ്ങനെ ആണുങ്ങൾ പള്ളിക്ക് പോവും എന്ന് വെള്ളിയാഴ്ച, പിന്നെ പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും പോവും. ഇവിടെയുള്ള ബംഗാളികളും ആസാമികളൊക്കെ അങ്ങനെ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. പെരുന്നാളിന് ഓരോരു ഭാഗം തന്നെ. ഇപ്പം ഞാൻ പെരുന്തൽമണ്ണൊക്കെ ഖുത്ബ പറയുന്ന അവിടെ പെരുന്നാളിന് ബംഗാളികൾക്കൊണ്ട് ഒഴിച്ചെടുക്കല. കാരണം ആ ബാക്കി ദിവസം ഓല് വരില്ല. അപ്പോൾ അന്ന് ഓലും സ്കെച്ചോട്ടെ എഴുതിയിട്ട് ശല്യമില്ലാതെ ഓൽക്കണ്ട് ഒഴിച്ചെടുക്കലാണ്. ഇതാണ് ഓല രീതി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സിദിനി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ഖുർആൻ ക്ലാസ്. ആ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾ 4 ആഴ്ച വന്നാൽ 1/2 കിലോ ചെറുപയർ കൊടുക്കും നമ്മൾ. എന്തിനറിയോ? 4 ആഴ്ച മുടങ്ങാതെ വരാനാണ്. 1/2 കിലോ ചെറുപയർ കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും ഓലെന്ത് ചെയ്യും? 4 ആഴ്ച തുടർച്ചയായി വരും. അങ്ങനെ ഇപ്പം എന്ത് ചെയ്യുന്നത്? 110 സെൻറ്ററുകളിൽ, എത്ര? 110 സെൻറ്ററുകളിൽ എല്ലാ ആഴ്ചയും ഇങ്ങനെ ഖുർആൻ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേക പുസ്തകം നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് ആ പുസ്തകം എന്ത് ചെയ്തു? ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തി. ആ പുസ്തകം എന്ത് ചെയ്തു? അത് ആസാമി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. ഒരു പുസ്തകത്തിന് 50 രൂപ നിങ്ങളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിനു വേണ്ടി കലക്ഷന് വന്ന ആളൊന്നുമല്ല. പിന്നെ ഇവിടുന്ന് പറഞ്ഞു ഫോക്കസ് ഇന്ത്യനെ ഒന്ന് പരിചയപ്പെടുത്തുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെന്താ വെച്ചാൽ അവരുടെ അനുവാദത്തോടു കൂടി പറയാണ്. അല്ലാതെ ഞാനങ്ങനെ പോണോടത്ത് ഇത് പറഞ്ഞാണ്ട് ഇതങ്ങനെ അള്ള വിചാരിക്കണം, അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കഴിവുണ്ടായിക്കൊള്ളുന്നോ, നിങ്ങൾക്ക് ഇതിലേക്ക് സംഭാവന തരാൻ തോന്നുന്ന ഒന്നുമില്ല. പടച്ചോൻ വിചാരിച്ചാൽ അള്ളാഹു താല അവർക്ക് അങ്ങനെ ഏകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖേന അത് നടക്കും എന്നാണ്. അതിനൊരു കാരണക്കാരാകുക മാത്രം. അപ്പം ഞാൻ പറഞ്ഞതരോ, നമസ്കാരം പോലും ഇല്ലാത്തൊരു കൗമിനെ നമ്മൾ ഉഷാറാക്കി കൊണ്ടുവരികയാണ്. ജാർഖണ്ഡിൽ സ്കൂൾ നടക്കുന്നുണ്ട് പറഞ്ഞല്ലോ. റാഫി സാഹിബും ഞാനൊക്കെ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു. ആ ഗ്രാമത്തിൽ ഒരിക്കൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം വെറുതെ അന്ന് ഉത്തരേന്ത്യയെക്കുറിച്ച് കാര്യമായി അറിയില്ല. ഞാൻ വിചാരിച്ചത് നമ്മളിവിടുത്തെ സ്ത്രീകളെ പോലെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളി പോണ, ഖുറാൻ ക്ലാസ്സിനൊക്കെ പോണ പെണ്ണുങ്ങളാണ് അവിടെ എന്തുണ്ടാവുക എന്നാണ്. ഓരോട് ചോദിച്ചു, നിങ്ങൾ പള്ളിയിലൊക്കെ പോകല്ലേ ചോദിച്ചു. കാരണം അവിടെയൊക്കെ സലഫികളാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങളങ്ങനെ പള്ളിയിലൊന്നും പോകല്ല, സ്ത്രീകളെ പള്ളിയിലൊന്നും പോകല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഉസ്താദിനോട് ചോദിച്ചു, എന്നാലും കുഴപ്പമില്ല, പള്ളിയിൽ പോയി ഇനി പോലെ മോശമാക്കണ്ട, വീട്ടിൽ നിസ്കരിക്കലുണ്ടാവുമല്ലോ അല്ലേ, 5 നേരത്തെ നിസ്കാരമൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറയാണ്, അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ, ആ താത്ത മരിച്ചുപോയി കഴിഞ്ഞ കൊല്ലം. ഏത്? 5 നേരത്തെ നിസ്കരിക്കുന്ന ഒരു താത്ത ഉണ്ടായിരുന്നു, അത് മരിച്ചുപോയി, ഇനി ഒരാൾ ഉണ്ടായിട്ട് വേണമെന്നാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലെ സംഗതികളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തരുമോ, ഇപ്പോൾ നമ്മൾ ഭയങ്കര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് മാത്രമൊന്നും ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല. എല്ലാവർക്കും പണിയെടുത്താലും ബാക്കിയേക്കാരം. പക്ഷേ നിങ്ങളും ഇതിൽ പങ്കാളികളാകണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റാഫി സാഹിബ് അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില ഒഫീഷ്യൽ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് ആ ഒഫീഷ്യലായിട്ടുള്ള ഉത്തരവാദിത്തം അത് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഫോക്കസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവിടെയുള്ള ആളുകൾ, ഹഫീസ്ക കാര്യങ്ങളൊക്കെ ഇവരൊക്കെ അതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ സലീം ഖനെ പോലെയുള്ള ആളുകളൊക്കെ അതിൻ്റെ എല്ലാ പദ്ധതികളും നമ്മളിവിടെ പ്രഖ്യാപിച്ചാൽ അതിൽ സഹകരിക്കുന്ന ആളുകളാണ്. ഈ വിഷയം നിങ്ങളുടെ കൂടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുക. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞ ഈ നിലക്കാത്ത പ്രവാഹമുള്ള നന്മകൾക്ക് നിങ്ങൾ സ്ഥലം നോക്കി നടക്കുകയാണെങ്കിൽ എന്നെ സമീപിക്കണം. കാരണം കൊട്ടക്കണക്കിന് സ്ഥലം തരാം ഏതെങ്കിലും ഒരു നന്മ ചെയ്യാൻ. ഒരു കിണർ കുത്താൻ, ഹാൻഡ് പമ്പ് കുത്താൻ 10,000 റുപ്യാണ്. അതിൽ നിന്ന് 10-15 കുടുംബങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫോക്കസിൻ്റെ ഇപ്പോൾ 500 കിണർ കുഴിച്ചു. 500 കിണർ ഹാൻഡ് പമ്പ്. അത് ആസാമിലും ബീഹാറിലും ബംഗാളിലൊക്കെ. അതുപോലെ തന്നെ ഒരു വീടുണ്ടാക്കാൻ അതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. എത്ര? 35,000 രൂപ ആസാമിലെ പ്ലഷർ ഹോം. നിങ്ങൾ ഫോക്കസ് ഇന്ത്യൻ്റെ വെബ്സൈറ്റിൽ പോയി അടിച്ചു നോക്കിയാൽ അതിൻ്റെ ഫോട്ടോ കാണാം. നമ്മളിൽ കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് വരെ ഇടാറുണ്ട്. കാരണം എന്താ അറിയോ,
35,000 വീട് കിട്ടാൻ വേണ്ടി നമ്മളടുത്ത് ഇപ്പോൾ 500 അപേക്ഷകൾ ബാക്കിയാണ്. എന്നിട്ട് ഇങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ആർക്ക് കൊടുക്കണം? അപ്പോൾ ആദ്യം വിധവക്ക് കൊടുക്കാം, പിന്നെ ഒരു അനാഥക്ക് കൊടുക്കാം, പിന്നെ കാലില്ലാത്ത ആൾക്ക് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടായി കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ നിയമിച്ചിട്ടുള്ള സ്റ്റാഫ് ഇവിടുന്ന് പറഞ്ഞയച്ച ഷഫീഖ് എന്ന സ്റ്റാഫ് ആസാമിൽ താമസിക്കുക, മലയാളി. പിന്നെ ഒരാൾ ബംഗാളിയായിട്ടുള്ള ഇവിടെ കേരളത്തിൽ നമ്മൾ കൊടുന്ന് പരിശീലിപ്പിച്ച ഒരാൾ, അയാൾ ബംഗാളിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ 3-4 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 35,000 വീട് വെച്ചാൽ എന്ത് വീടാന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ തൊഴുത്തിന് പോലും ആ രൂപത്തിലുള്ള ഇതുണ്ടാവില്ല. മുകളിൽ ഷീറ്റ്, ടിൻ ഷീറ്റ്, പിന്നെ ചുമരുകൾ നമ്മുടെ മുളയുടെ പരമ്പ്. പക്ഷെ എന്നിട്ടും അതിനുവേണ്ടി അവർ തിരക്കുകയാണ്. കാരണം അവർ സാധാരണ ഇപ്പോൾ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ഒരു ടാർപ്പായ മറച്ച് റോഡ് സൈഡിൽ താമസിക്കുക. അതിൽ നിന്ന് മാറി അവർക്ക് പേരിനെങ്കിലും ഒരു വീടായല്ലോ, അപ്പോൾ 35,000 കൊടുത്താൽ നമുക്കും ഒരു വീടുണ്ടാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ ഫോക്കസ് ഇന്ത്യ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നമ്മൾ ഒരാളൊന്നല്ല, ഞങ്ങളൊരു ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ സംഗതികൾ അറിയുന്ന ആളുകൾ പിന്നെ അതിനെ സഹായിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കഴിഞ്ഞ മാസം 15 ആളുകൾ ഈ ഫോക്കസ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി ഉത്തരേന്ത്യയിൽ വന്നിരുന്നു, ഒരാഴ്ചത്തെ ട്രിപ്പ്. ആ പോന്ന ആളുകളൊക്കെ അവരുടെ നാട്ടിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്കുള്ള സംഭാവനകളും സഹായങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മളെപ്പോൾ മരണപ്പെട്ടാലും അതിനൊരു തീരുമാനം അള്ളാൻ്റെ അടുത്താണ്, അല്ലേ? ഒമാ തദ്രി ബി അയ്യി അർലിൻ തമൂത്ത്. ഒരാൾക്കും അറിയില്ല എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, പടച്ചോനെ നല്ല രൂപത്തുള്ള ആഖിബത്ത് മരണമാകണമേ എൻ്റെത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാതെ ദുരിതങ്ങളുമൊക്കെ ആയിക്കൊണ്ട് പരീക്ഷണങ്ങൾക്ക് അടിമപ്പെട്ടാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രം. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കലാണ് തീരുമാനം. ഇനി എങ്ങനെ മരിച്ചാലും സങ്കടപ്പെടാനില്ല. ഇതുപോലെയുള്ള നന്മകളുണ്ട് എങ്കിൽ നാം കുറഞ്ഞ കാലമേ ജീവിച്ചിട്ടുള്ളൂ എങ്കിലും ഇനി ഒരുപാട് കാലം ജീവിച്ചിട്ട് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും ഇത്തരം നന്മകൾ നമ്മുടെ അക്കൗണ്ടിലുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ പരലോകത്തേക്ക്, നമ്മുടെ കണക്ക് പുസ്തകത്തിലേക്ക് ഈ നന്മകൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു വല്ലാത്ത അനുഗ്രഹമാകുന്നു. ആ അനുഗ്രഹം ആസ്വദിക്കാൻ സാധിക്കുക ഇങ്ങനെ ഖുർആനും നബി തിരുമേനിയും പറഞ്ഞ രൂപത്തിൽ ആ പ്രത്യേകതകളും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ പ്രയോഗവൽക്കരിക്കുക. ഒരു മുസ്ഹഫ് കൊണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുക, കഴിവിനനുസരിച്ച് അത് വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു തആല പകരമായിക്കൊണ്ട് നന്മ ചെയ്യാനുള്ള തൗഫീഖും അവസരവും എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും റഹ്മാനായ തമ്പുരാനെ പാഴാകാതെ ഞങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിൽ നീ സ്വീകരിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാനും നിലനിൽക്കുന്ന പ്രതിഫലം ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന നന്മകളിൽ കൂടുതൽ ഏർപ്പെടുവാനും റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമെന്നതാ. അള്ളാഹുവേ, ഞങ്ങളുടെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മുക്തി നൽകണമേ. അതിലുപരിയായി പരലോകത്ത് സ്വർഗത്തിൽ നിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും പദവിയും നൽകി നീ അനുഗ്രഹിക്കണമെന്നതാ. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നീ അനുഗ്രഹിക്കണമേ റബ്ബേ. എല്ലാ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും പെടുന്നനെയുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കേണമേ റബ്ബേ. അള്ളാഹുവേ, കടുത്ത വേദനകൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. മാറാവ്യാധികൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. അള്ളാഹുവേ, ഏതൊരു സന്ദർഭത്തിലും ക്ഷമിക്കുവാനും സഹിക്കുവാനും നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുവാനുമുള്ള ഈമാനും കരുത്തും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമെന്നതാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.